സ്നേഹധനങ്ങൾ പ്രിയമുള്ളവരെ, ബാക്ക് ടു ബൈബിളിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇന്ന് ഒരു പാഠഭേദം ചെയ്തിരുന്നു. ആ പാഠഭേദത്തിൽ ഹോസ്പിറ്റലുകളെക്കുറിച്ച്, മരുന്ന് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച്, ചർച്ചുകൾ ഒരു റഫറൽ ഹോസ്പിറ്റലായി മാറണം എന്നിത്യാദി കാര്യങ്ങളാണ് പറഞ്ഞത്. ആ പാഠഭേദത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് തന്നെ ബാക്ക് ടു ബൈബിളിൽ കൂടെ മരുന്ന് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള വേദപുസ്തകത്തിൻ്റെ ആശയം എന്താണ്, വേദപുസ്തകം മരുന്ന് ഉപയോഗിക്കുവാൻ അനുവദിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമെന്ന് ആ പാഠഭേദത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. ആരംഭത്തിൽ തന്നെ ഞാൻ പറയട്ടെ, ഈ ഒരു വീഡിയോയിലൂടെ മരുന്ന് ഉപയോഗിക്കുക എന്ന ആ വിഷയത്തെ സംബന്ധിച്ച് വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നുവെന്ന് സത്യസന്ധമായിട്ട് ഒരു ഇവാലുവേഷൻ നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. മരുന്ന് ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്ന, ഉപയോഗിക്കേണ്ട എന്ന് പഠിപ്പിക്കുന്ന, ഉപയോഗിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന, ഇങ്ങനെ വ്യത്യസ്ത ആശയങ്ങളുള്ള പല സമൂഹങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. ആ സമൂഹങ്ങൾ എന്ത് പഠിപ്പിക്കുന്നു എന്നതല്ല നമ്മളിവിടെ ചിന്തിക്കുവാൻ പോകുന്നത്. മറിച്ച് മുഖ്യധാര പെന്തിക്കോസ്തൽ സമൂഹങ്ങൾ, IPC ആണെങ്കിലും അസംബ്ലീസ് ഓഫ് ഗോഡ് ആണെങ്കിലും ഷാരോനാണെങ്കിലും ഇങ്ങനെയുള്ള സഭകൾ മരുന്നിനെക്കുറിച്ച് എടുത്തിട്ടുള്ള പോളിസി, അവരുടെ വിശ്വാസം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നു, മുഖ്യദ്വാര പെന്തക്കോസ്ത് സമൂഹങ്ങൾ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പോകുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ വിഷയങ്ങൾ വളരെ കോൺട്രവേഴ്സിയാകുവാൻ ഇടയായിത്തീർന്നു, മരുന്ന് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച്. അങ്ങനെ കോൺട്രവേഴ്സിയാകാൻ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ, ആസ്ട്രേലിയയിൽ ഒരു കൊച്ചു പെൺകുട്ടി, അവൾ ദീർഘവർഷങ്ങളായിട്ട് ഡയബറ്റീസിന്, കൊച്ചുകുട്ടികളെ ബാധിക്കുന്ന തരത്തിലുള്ള ഡയബറ്റീസിന് അടിമയായിരുന്നു. ആ കാരണത്താൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അവൾക്ക് തുടർമാനമായി ഇൻസുലിൻ കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ അവളുടെ മാതാപിതാക്കൾ, അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രത്യേക സഭാവിഭാഗത്തിൻ്റെ പഠിപ്പീര് മരുന്ന് ഉപയോഗിക്കരുത് എന്ന പഠിപ്പീരായതുകൊണ്ട് അവൾക്ക് മരുന്ന് നിഷേധിക്കുകയും ആ കുഞ്ഞ് ഡയബറ്റീസ് രോഗം മൂർച്ഛിച്ച് മരിക്കുകയും ചെയ്യുവാനിടയായിത്തീർന്നു. അത് ഓസ്ട്രേലിയയിൽ വലിയ കേസായി തീരുവാനിടയായിത്തീർന്നു. നമ്മുടെ ആസാദിയുടെ ന്യൂസ് ചാനലിൽ ഞാൻ അന്ന് ആ സംഭവം ഉണ്ടായപ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. സമ്മിശ്രമാകുന്ന പ്രതികരണങ്ങളാണ് ആ വാർത്തയ്ക്ക് ലഭിച്ചത്. ഈ മരുന്ന് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കാതെ ആ കുഞ്ഞ് മരിച്ചപ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. എന്താണ് പിന്നെ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്തിട്ടും രോഗികൾ മരിച്ചിട്ട് ആ വാർത്ത എന്താ കൊടുക്കാത്തത് എന്നൊക്കെ ചോദിച്ചവരുണ്ട്. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഒത്തിരി രോഗികൾ മരിക്കുന്നു. അതൊരു സാധാരണ സംഭവമാണ്. എന്നാൽ രോഗം വന്നിട്ട് ഒരു കുട്ടിക്ക് മരുന്ന് നിഷേധിച്ച് മരിച്ചത് ഒരു സാധാരണ സംഭവമല്ല, അതൊരു അസാധാരണ സംഭവമാണ്. ന്യൂസ് ചാനലുകൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് എന്നും നടക്കുന്ന സംഭവങ്ങളല്ല, മറിച്ച് എങ്ങും നടക്കാത്ത അസാധാരണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ന്യൂസ് ചാനലുകളുടെ രീതി. അതിനെയാണ് വാർത്ത എന്ന് പറയുന്നത്. അല്ല, എന്നും ആളുകൾ മരിക്കുന്നത് വാർത്തയാകുന്നില്ല. എന്നാൽ വളരെ വ്യത്യസ്തമായിട്ട് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അത് വാർത്ത എന്ന വിഭാഗത്തിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഏതാണ്ട് ഈ കേസ് ചില വർഷങ്ങൾ നടന്നു. കഴിഞ്ഞ മാസം ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കോടതി ശിക്ഷിക്കുവാനിടയായിത്തീർന്നു. 14 വർഷം തടവാണ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ മാത്രമല്ല, ആ ചർച്ചിലെ പാസ്റ്ററും മറ്റും ആ വിഷയത്തിൽ പ്രതികളായി തീരുവാനിടയായിത്തീർന്നു. ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കും, ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്, ഏത് സഭയെക്കുറിച്ചാണ് പറയുന്നത്? അതുകൊണ്ട് ഒട്ടും തെറ്റിദ്ധാരണകൾക്ക് ഇടവരാതിരിക്കുവാൻ വേണ്ടി വ്യക്തതയോട് പറയുകയാണ്. ഓസ്ട്രേലിയയിലുള്ള ദ സെയിൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം ചർച്ചാണ് ഇങ്ങനെയുള്ള വിശ്വാസം കൊണ്ട് നടക്കുന്നത്. മറ്റാരെയും ഇനിയും നിങ്ങൾ ഊഹിച്ച് പാസ്റ്റർ ഇന്നാരെക്കുറിച്ചാണ് പറഞ്ഞതെന്നൊന്നും ചിന്തിക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. ദ സെയിൻസ് എന്ന് പറയുന്ന ഒരു സഭാവിഭാഗം, ഇത് ഓസ്ട്രേലിയയിൽ ആരംഭിച്ച ഒരു ഗ്രൂപ്പാണ്. ദ ഗാർഡിയൻ എന്ന് പറയുന്ന പത്രം കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഇങ്ങനെയാണ്: വിച്ച് ക്രാഫ്റ്റ് മെഡിസിൻ ആൻഡ് ഗോഡ്സ് ഹീലിംഗ് പവർ ഇൻസൈഡ് ദ ഓസ്ട്രേലിയൻ കൾട്ട് ദാറ്റ് കിൽഡ് ആൻ 8-year-old. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത് ദുർമന്ത്രവാദം പോലെയുള്ള ഒരു രീതിയാണ്. അതായത് ദൈവം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ് ഒരു ഓസ്ട്രേലിയൻ കൾട്ട് 8 വയസ്സുള്ള കുഞ്ഞിൻ്റെ മരണത്തിന് കാരണമായി തീർന്നിരിക്കുന്നു. ജേസൺ സ്ട്രോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകളാണ് എലിസബത്ത് എന്ന് പറയുന്ന 8 വയസ്സുള്ള ഒരു കുഞ്ഞാണ് മരിക്കുവാനിടയായി തീർന്നത്. ഇവരെ ഒരു പ്രത്യേക സഭാവിഭാഗം, അതായത് ഓസ്ട്രേലിയയിലുള്ള ഒരു സഭാവിഭാഗം, മറ്റ് രാജ്യങ്ങളിലുള്ള ഒരു ചർച്ച അല്ല കേട്ടോ. ദ സെയിൻസ് എന്നാണ് അവരുടെ പേര്. വിശുദ്ധന്മാരെന്ന് മലയാളത്തിൽ നമുക്കവരെ വിളിക്കാം. ആ ഒരു സഭാവിഭാഗത്തിൻ്റെ ഫോളോവേഴ്സാണ് ഇങ്ങനെയൊരു
അനർത്ഥത്തിലൂടെ കടന്നുപോയത്. ഈ വാർത്ത പറയുന്നത് ഈ സഭാവിഭാഗം വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ചില കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന സഭാവിഭാഗമാണ്. ഒരു കണക്കിന് നമ്മൾ നോക്കിയാൽ മറ്റ് പെന്റിക്കോസ്റ്റൽ സഭകളുടെ ഒട്ടുമുക്കാൽ ഡോക്ട്രിനും അതുപോലെ അവർ പാലിക്കുന്നവരാണ്. ഒരുപക്ഷെ വെസ്റ്റേൺ രാജ്യങ്ങളിലൊന്നും ഇല്ലാത്ത അത്ര സ്ട്രിക്റ്റായിട്ട് ഡോക്ട്രിൻ പാലിക്കുന്ന ഒരു സഭാവിഭാഗമാണ്. പ്രത്യേകിച്ചും സ്നാനത്തിൻ്റെ ഉപദേശം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക, അതുപോലെ തന്നെ അന്യഭാഷ അടയാളത്തോടുകൂടെ അന്യഭാഷയിൽ സംസാരിക്കുക, പ്രവചനം, ഇങ്ങനെയുള്ള കൃപാവരങ്ങൾ ഇത്യാദി കാര്യങ്ങളിലൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ഡോക്ട്രിൻ പാലിക്കുന്ന ഒരു ചർച്ച് ഗ്രൂപ്പാണ് ഇവർ. അതുപോലെ തന്നെ എക്സ്ട്രീമായിട്ടുള്ള പഠിപ്പിരി ഇവർക്കുണ്ട്. അതായത് അവരൊരു ചർച്ച് ഫാമിലിയായിട്ട് കാണുന്നു. അവരുടെ വിശ്വാസം അവർ ഈ സഭയിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ മറ്റ് അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കാൾ അധികമായിട്ട് സഭ ആണ് യഥാർത്ഥ കുടുംബം എന്ന ഒരു ചിന്തയിലേക്ക് കടന്നു വരുന്നു. അത് പലപ്പോഴും ഓസ്ട്രേലിയയിലുള്ള ഈ സഭയിൽ ചേർന്ന ചെറുപ്പക്കാരുടെ മാതാപിതാക്കളിൽ വലിയ എതിർപ്പുകൾ, അലോസരം ഉണ്ടാക്കാനൊക്കെ കാരണമായി തീർന്നിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങളിൽ നിന്ന് അകറ്റി എന്നൊക്കെയുള്ള കംപ്ലയിൻറ്റ്സ് മാതാപിതാക്കൾ പറയുന്നതൊക്കെ ഓസ്ട്രേലിയയിൽ വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ കാര്യമാണ്, കേസുകളായ കാര്യമാണ്. അതുകൊണ്ട് ഈ സംഘടനയെക്കുറിച്ച് വലിയൊരു കോൺട്രവേഴ്സി ഓൾറെഡി ഓസ്ട്രേലിയയിലുണ്ട്. കുഞ്ഞുങ്ങളെ ഞങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നു, പിന്നെ ഞങ്ങളോട് ഇടപെടുവാൻ സമ്മതിക്കുന്നില്ല, ഇത്യാദി കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഒരു ഹൈപ്പർ ഹോളിനെസ്, ഓവർ ഹോളിനെസ് പ്രസ്താവിക്കുന്ന, വിശുദ്ധി പ്രസ്താവിക്കുന്ന, അത്തരം വിരൽത്തുമ്പിൽ പോലും വിശുദ്ധിയുടെ പ്രമാണം കാത്തു സൂക്ഷിക്കുന്ന ഒരു സഭയെന്നൊക്കെ പറയാം. സെപ്പറേഷൻ്റെ ഡോക്ട്രിൻ ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സഭയെന്ന് പറയാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവരുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോലും വിടത്തില്ല. കാരണം സ്കൂളിൽ പോലും വിടുന്നത് ലോകത്തോടു കൂടി അനുരൂപപ്പെടുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു വിഭാഗമാണ്. ഈ ഒരു എക്സ്ട്രീമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ പഠിപ്പിക്കുന്നത് കൊണ്ട് ഇവരെ ഒരു കൾട്ട് വിഭാഗമായിട്ടാണ് ഓസ്ട്രേലിയയിലുള്ള ആളുകൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇവരുടെ ഡോക്ട്രിൻ വേദപുസ്തകം പറയുന്ന വേർപാടിൻ്റെ ആ ഒരു ഡോക്ട്രിനൊക്കെ അപ്പുറമായിട്ട് എക്സ്ട്രീം ഡോക്ട്രിൻ ആണെന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ എലിസബത്ത് എന്ന് പറയുന്ന ഈ കൊച്ചു കുഞ്ഞിൻ്റെ മരണം ഇൻ്റർനാഷണലി, ഗ്ലോബലി മരുന്ന് ഉപയോഗിക്കുന്നത് ശരിയോ തെറ്റോ എന്നൊരു ഡിസ്കഷന് കാരണമായി തീർന്നു. ഇത് ഏതെങ്കിലും ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റല്ല. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ലോക്കൽ സംഭവമല്ല, ഓസ്ട്രേലിയയിൽ നടന്നൊരു സംഭവം. ഗാർഡിയൻ പോലുള്ള പത്രങ്ങൾ, ലോകത്തിലെ ഒത്തിരി വലിയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഇൻ്റർനാഷണലി ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് ഈ വാർത്ത ചർച്ചയാകുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ടോപ്പിക്ക് ഞാൻ കൈകാര്യം ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ എലിസബത്ത് എന്ന് പറയുന്ന മകളുടെ മരണവും അത് ഉണർത്തിവിട്ട ഒരു കൊടുങ്കാറ്റ്, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റല്ലെന്ന് ഞാൻ പറയുന്നു. ലോകം മുഴുവനുള്ള വിശ്വാസ സമൂഹത്തിൽ ചർച്ചയുടെ ഒരു കൊടുങ്കാറ്റ്, ഒരു വെയ്വ് അത് ഉണർത്തിവിടുവാനിടയായി തീർന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചിലത് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്, തെറ്റിദ്ധാരണകൾ മാറേണ്ടത് ആവശ്യമാണ്. യഥാർത്ഥത്തിൽ വചനം എന്താ പഠിപ്പിക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. ഒരു പക്ഷേ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇത് ദീർഘമായ വീഡിയോ ആയിപ്പോൾ ദയവായി നിങ്ങൾ ക്ഷമിക്കുക. കാരണം വളരെ കാര്യങ്ങൾ ഈ മരുന്നുപയോഗിക്കുന്നതുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുണ്ട്. രാവിലത്തെ സെഷനിൽ, അതായത് പാഠഭേദത്തിൽ ഞാൻ പറവാനിടയായി തീർന്നു. മരുന്നുപയോഗിച്ചാലും ഇല്ലെങ്കിലും സൗഖ്യമാക്കുന്നത് ദൈവമാണ് എന്നൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം സൗഖ്യമാക്കിയില്ലെങ്കിൽ ഒരു മരുന്നിനും സൗഖ്യമാക്കുവാൻ കഴിയില്ല. അപ്പോൾ ചോദിക്കും, അപ്പോൾ പിന്നെ മരുന്ന് ഉപയോഗിക്കുന്ന എന്തിനാ, ദൈവത്തെ ആശ്രയിച്ചാൽ മതിയല്ലേ? അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം പറയും. ഞാൻ എവിടെ നിന്ന് തുടങ്ങണം? ഡോക്ടർ റിബേക്ക ബ്രൗൺ എന്നൊക്കെ പറയുന്ന ദേവദാസി എഴുതിയ പുസ്തകങ്ങളുണ്ട്. പ്രത്യേകിച്ച് സാത്താന്യ മണ്ഡലവുമായിട്ടുള്ള പോരാട്ടത്തെക്കുറിച്ച് ഒത്തിരി ഇൻഫർമേഷൻ തരുന്ന പുസ്തകങ്ങളാണ്. അതിൻ്റെ ലൈൻ ടു ലൈൻ ഞാൻ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് പറയുമൊന്നുമല്ല കേട്ടോ. ഏത് കാര്യം, ഏത് ദേവദാസനെക്കുറിച്ച്, ഏത് പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് 100% ശരിയാണെന്നൊന്നുമല്ല അർത്ഥം. എന്നാൽ അതിനകത്ത് പഠിക്കാൻ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. ചിലതൊക്കെ തെറ്റായിരിക്കാം, ചിലതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കും. അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. എപ്പോഴും എൻ്റെ ഒരു സ്റ്റാൻഡ് അതാണ്. ഏത് പ്രസംഗകൻ പ്രസംഗിച്ചാലും, ഏത് പ്രസംഗം കേട്ടാലും അതിനകത്ത് ദൈവവചന പ്രകാരം ശരിയുള്ളത് മാത്രം അക്സെപ്റ്റ് ചെയ്യുക. 100% പെർഫെക്റ്റായിട്ട് പഠിപ്പിക്കുന്ന ഒരു പ്രീച്ചറുമില്ല, ഒരു പുസ്തകവുമില്ല, ഒരു സംഘടനയുമില്ല, ഒരു ഓർഗനൈസേഷനുമില്ല. ഏറ്റവും നല്ല പെന്റിക്കോസ്റ്റൽ ചർച്ച് പോലും, സംഘടന കേട്ടോ, ആ സംഘടന പോലും എന്തെങ്കിലുമൊക്കെ അല്പസ്വല്പം തെറ്റായ പഠിപ്പീരുകൾ
ഉണ്ട്. ഇത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബെരോവക്കാർ ചെയ്തതുപോലെ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഏതാ അത് സ്വീകരിക്കുക. അപ്പോൾ റിബേക്ക ബ്രൗണിൻ്റെ പുസ്തകത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ചില രോഗങ്ങൾ സാത്താൻ വരുത്തുന്ന രോഗങ്ങളാണ്. അതായത് പൈശാചിക ബന്ധനം കൊണ്ട് രോഗങ്ങളുണ്ടാകാം. യേശു കർത്താവ് അങ്ങനെ ഒരിക്കലും ഒരു സ്ത്രീയെ സൗഖ്യമാക്കിയപ്പോൾ പറഞ്ഞു, ഇവൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്, പക്ഷേ സാത്താൻ ഇവളെ 18 വർഷം ബന്ധിച്ചിരിക്കുകയാണ്. അവളുടെ രോഗത്തിന് കാരണം, അവൾ കൂനിയായി ജീവിച്ചതിന് കാരണം പൈശാചിക ബന്ധനമായിരുന്നെന്ന് യേശു കർത്താവ് പറയുന്നു. അപ്പോൾ പിശാചിൻ്റെ ബന്ധനങ്ങൾ കൊണ്ട് രോഗങ്ങളുണ്ടാകാം. റിബേക്ക ബ്രൗൺ അവർ ഒരു മെഡിക്കൽ ഡോക്ടറാണ്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടറാണ്. പക്ഷേ അവരുടെ പുസ്തകങ്ങളിൽ അവരെഴുതിയിട്ടുള്ളത്, പലപ്പോഴും അവർ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, പിശാച് കൊണ്ടുവരുന്ന രോഗം പലപ്പോഴും ഈ പറഞ്ഞ മെഡിസിൻ കൊണ്ട് സൗഖ്യമാകാറില്ല. കാരണം അതിൻ്റെ പിന്നിലൊരു പൈശാചിക ശക്തി പ്രവർത്തിക്കുന്നത് കൊണ്ട് ആ മെഡിസിൻ വർക്ക് ചെയ്യത്തില്ല. പലപ്പോഴും റിബേക്ക ബ്രൗൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള രോഗങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ മെഡിസിൻ വളരെ കെയർഫുള്ളായിട്ട്, വളരെ സ്ട്രിക്റ്റായിട്ട് അതിൻ്റെ ഡോസ് ഒന്നും മുടങ്ങാതെ കൊടുക്കുവാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. കാരണം അത് ഒരു സ്പിരിച്വൽ വാർ പോലെയാണെന്നാണ് അവരുടെ പുസ്തകങ്ങളിൽ അവർ എഴുതിയത്. അങ്ങനെ പ്രാർത്ഥിച്ച് ചികിത്സിക്കുന്ന ഒത്തിരി ഡോക്ടർമാരുണ്ട്, കേരളത്തിലുണ്ട് ഒത്തിരി നല്ല ഡോക്ടർമാർ. അവർ രോഗികളെ പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിക്കുകയും പ്രാർത്ഥിച്ച് ചികിത്സിക്കുകയും ഒക്കെ ചെയ്യുന്ന അനേക ഡോക്ടർമാരുണ്ട്. നമ്മുടെ ചാനലിൽ അങ്ങനെ അനേക സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും വില്ലൂർ മെഡിക്കൽ കോളേജിലൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത പലരും പറഞ്ഞിട്ടുണ്ട്, ആ ഡോക്ടർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷമാണ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയത്. ഒരു സ്വർഗ്ഗദൂതനെ പോലെ അദ്ദേഹം വന്ന് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് രോഗികൾക്കുണ്ടായതെന്നൊക്കെ പറഞ്ഞ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചികിത്സിക്കുന്നത് ആരാണെങ്കിലും എന്ത് മരുന്നാണെങ്കിലും ദൈവമാണ് സൗഖ്യം നൽകുന്നത്. ദൈവത്തിലായിരിക്കണം നമ്മുടെ ആശ്രയം എന്നുള്ളത് വേദപുസ്തകം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഇനി ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. ഒന്നാമത്തെ ചോദ്യം, വേദപുസ്തകം മരുന്നിനെ എതിർക്കുന്നുണ്ടോ? ചികിത്സിക്കുന്നത് പാപമാണെന്നോ മെഡിസിൻ ഉപയോഗിക്കുന്നത് പാപമാണെന്നോ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒറ്റ വാക്യം പോലുമില്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ എങ്ങും തന്നെ മെഡിസിൻ ഉപയോഗിക്കുന്നത് പാപമാണ് എന്ന് നമുക്ക് തെളിവ് തരത്തക്കോണം ഒറ്റ വാക്യം പോലും വേദപുസ്തകത്തിലില്ല. അപ്പോൾ ആദ്യത്തെ ചോദ്യം, വേദപുസ്തകം മെഡിസിന് എതിരാണോ? അല്ല എന്നുള്ളതാണ് മറുപടി. രണ്ടാമത്, വേദപുസ്തകത്തിൽ മെഡിസിൻ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിശ്ചയമായിട്ടുമുണ്ട്. പല റെഫറൻസുകളുമുണ്ട്. പലപ്പോഴും ഏതെങ്കിലുമൊക്കെയുള്ള മെഡിസിൻസ് ഉപയോഗിച്ചതായിട്ടോ ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ചൊക്കെ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമുണ്ട്. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അതായത് ഹിസ്കിയാ രാജാവിന് രോഗം വന്നപ്പോൾ യെശയ്യാവ് വന്ന് അവൻ്റെ മരണം പ്രവചിക്കുന്നു. ഹിസ്കിയാവ് ദൈവത്തിലേക്ക് തിരിഞ്ഞ് അവൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രവാചകനെ തിരിച്ചയച്ച് അവൻ്റെ ആയുസ് നീട്ടിക്കൊടുത്തതായി പറയുന്നു. അപ്പോൾ അവൻ്റെ ആയുസ് മരിക്കുമെന്ന് പറഞ്ഞ സമയം മാറ്റി 15 വർഷം അവൻ്റെ ആയുസ് നീട്ടിക്കൊടുത്തതായിട്ട് വേദപുസ്തകം പറയുന്നു. എന്നാൽ ആയുസ് നീട്ടിക്കൊടുത്തു എന്ന് പറയുന്ന ഒരു ദൂത് കൊണ്ട് ഹിസ്കിയാവ് സൗഖ്യമായില്ല. അടുത്ത വാക്യങ്ങളിൽ എന്താ കാണുന്നതെന്നറിയാമോ? ഹിസ്കിയാവ് ഒരു സങ്കീർത്തനമൊക്കെ എഴുതി. പിന്നെ ആ അധ്യായത്തിൽ തന്നെ പറയുന്നു, പ്രവാചകൻ ആത്മനിവേശിതനായി ഈ വ്യക്തിക്ക് ഒരു മരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് എങ്ങനെയാണ് തൻ്റെ പരുക്കൾ അല്ലെങ്കിൽ തൻ്റെ വ്രണം ഹീലാകേണ്ടത്, അതിനു വേണ്ടി അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് അവിടെ ഉപയോഗിക്കുവാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, നിങ്ങൾക്കറിയാമല്ലോ ഹിസ്കിയാവിൻ്റെ ആ ചരിത്രം, യെശയ്യാവിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ആ ചരിത്രത്തിൽ ഭയങ്കര സൂപ്പർ നാച്ചുറലായിട്ടുള്ള മിറക്കിളാണ് സംഭവിച്ചത്. എന്ത്? സൂര്യഘടികാരത്തിലെ നിഴൽ 15 മുഴം പുറകിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കറങ്ങിയ സൂര്യൻ 15 മുഴം പുറകിലേക്ക് കറങ്ങിയെന്ന. ഇത് ഭയങ്കര സൂപ്പർ നാച്ചുറൽ സംഭവമാണ് കേട്ടോ. അതായത് പ്രസൻറ്റ് പാസ്റ്റിലേക്ക് പോയെന്ന്, ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോയെന്ന്. ഇത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു സംഭവമാണ്. പക്ഷേ എന്നെ ഒത്തിരി ശക്തീകരിച്ചിട്ടുള്ളൊരു വചനഭാഗമാണ്. കാരണം നമ്മുടെ ദൈവം ഇന്നിൻ്റെയും നാളെയുടെ ദൈവമല്ല, ഭൂതകാലത്തിൻ്റെ ദൈവമാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വചനം. ഞാൻ ഒരിക്കൽ ദൈവസന്നിധിയിൽ ഇങ്ങനെ നാളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ ടൈം, മാറ്റർ, ഇങ്ങനെയുള്ള ചില ഘടകങ്ങളുണ്ട് ഈ മുഴുവൻ പ്രകൃതിയെയും നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ. ടൈം, മാറ്റർ ആൻഡ് സ്പേസ് അല്ലേ? ഇത് ഈ സകല ബ്രഹ്മാണ്ടത്തിൻ്റെയും
ഒരു 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 ട്രിനിറ്റിയാണെന്ന് പറയാം. ടൈം, മാറ്റർ ആൻഡ് സ്പേസ്, ഇത് മൂന്നും ചേർന്ന ഈ ബ്രഹ്മാണ്ടം, ഈ യൂണിവേഴ്സ് മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ടൈം, മാറ്റർ ആൻഡ് സ്പേസ് ചേർന്നാണ്. സ്പേസ് സ്ഥലം അല്ലേ, മാറ്റർ പദാർത്ഥം, ടൈം ഇന്ന്, ഇന്നലെ, നാളെ, അതും ഒരു ട്രിനിറ്റിയാണ് കേട്ടോ. ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും വി ക്യാൻ ഒബ്സർവ് എ ട്രിനിറ്റി. ഇതൊക്കെ വലിയ സബ്ജക്റ്റാണ്. അപ്പം ഞാനിങ്ങനെ പറയാൻ പോയാൽ നമ്മൾ എടുത്ത മരുന്നിൻ്റെ സബ്ജക്റ്റിലേക്ക് വരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ദൈവസന്നിധി പറഞ്ഞു, കർത്താവ് എനിക്കറിയാം സ്പേസ്, സ്ഥലം ദൈവത്തെ പരിമിതപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പം നീ സ്ഥലം കൊണ്ട് പരിമിതപ്പെട്ടവനല്ല ദൈവം അല്ലേ, കാരണം ദൈവം സർവ്വവ്യാപിയാണ്. ദൈവം എല്ലായിടത്തുമുണ്ട്. സ്വർഗത്തിലിരിക്കുന്ന ദൈവം അതേസമയത്ത് തന്നെ ഭൂമിയിലുണ്ട്, പ്രപഞ്ചം മുഴുവനുണ്ട്. ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വം എന്ന് പറയുമ്പോൾ കേവലം ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഉണ്ടെന്നല്ല. ചിലപ്പോഴൊക്കെ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പോൾ ഇവിടെയുള്ള ദൈവം അമേരിക്കയിലുമുണ്ട്, ഇംഗ്ലണ്ടിലുമുണ്ട്, ദൈവം സർവ്വവ്യാപിയാണ്. അവരുടെ ചിന്തയിലെ ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വം കേവലം ഭൂമിയുടെ പരപ്പിൽ മാത്രം ഒതുങ്ങുന്നൊരു സർവ്വവ്യാപിത്വം. അങ്ങനല്ല. ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വം ബ്രഹ്മാണ്ടത്തെ നിറഞ്ഞു നിൽക്കുന്ന സർവ്വവ്യാപിത്വം. ദൈവമില്ലാത്ത ഒരിടവുമില്ല. അപ്പോൾ സ്പേസ് ദൈവത്തെ ലിമിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ്. ദൈവത്തിന് സ്പേസ് കൊണ്ട് ദൈവത്തെ ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലോകത്തിലെല്ലായിടത്തും അവൻ നിറഞ്ഞു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ഒബ്ജക്റ്റിനും അത് ഓക്യുപ്പൈ ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട് അല്ലേ. പക്ഷെ ദൈവം നിറഞ്ഞിരിക്കുന്നെങ്കിലും ആ സ്പേസ് അന്നേരവും മറ്റുള്ളവർക്ക് ഓക്യുപ്പൈ ചെയ്യാൻ തക്കണം ഫ്രീ ആയിട്ടിരിക്കുന്നു. ഇപ്പം ഞാനൊരു കസേരയിൽ കയറി ഇരുന്നാൽ ആ കസേര പിന്നെ വേറെ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എൻ്റെ ശരീരം ആ കസേരയെ ഓക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സ്പേസ് എൻ്റേതായി മാറി. ഞാൻ അവിടെ ആ സ്പേസിനെ എൻ്റേതാക്കിയത് കൊണ്ട് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ കൊണ്ട് ആ സ്പേസ് അവന് ലിമിറ്റഡായി തീർന്നു. പക്ഷേ ദൈവം ഭൂമിയിൽ നിറഞ്ഞു നിന്നിട്ടും ആ സ്പേസിനെ ദൈവം ഓക്യുപ്പൈ ചെയ്തിട്ടും മറ്റെല്ലാവർക്കും ആ സ്പേസ് അവൈലബിൾ ആണ്. ഇതൊരു വലിയ അത്ഭുതമാണ്. അപ്പോൾ സ്പേസ് ദൈവം അല്ലേ, സ്പേസിൻ്റെ മാസ്റ്ററാണെന്ന് പറയാം, സ്ഥലത്തിൻ്റെ മാസ്റ്ററാണെന്ന് പറയാം. ഇനി ഒറ്റ കാര്യം കൂടെ, ഇതേ ദൈവം ഭൂമിയെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവം വചനം പറയുന്നു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നെന്ന്. അത് അത്ഭുതമല്ലേ? ഒരു മനുഷ്യൻ്റെ മൺകൂടാരത്തിൻ്റെ അകത്ത് അത്യന്ത ശക്തി വസിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്നെന്ന വേദോസം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം യേശു കർത്താവ് തന്നെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ അല്ലെങ്കിൽ ആരാണോ എന്നെ സ്നേഹിക്കുന്നത്, ഞാനും എൻ്റെ പിതാവും അവനിൽ വസിക്കും. അപ്പോൾ പിതാവും പുത്രനും പിന്നെ വചനം പറഞ്ഞത് പരിശുദ്ധാത്മാവും നമ്മിൽ വസിക്കുന്നെന്ന്. അപ്പോൾ തൃത്വം നമ്മുടെ അകത്ത് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേദപുസ്തക പ്രകാരം പറഞ്ഞാൽ നമുക്ക് അത്ഭുതമായിട്ട് തോന്നുവാനിടയായിത്തീരും. ഏത് ദൈവമാണോ മുഴുവൻ ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നത് ആ ദൈവത്തിന് നമ്മുടെ അകത്തും ഒതുങ്ങുവാൻ കഴിയും. അപ്പോൾ സ്പേസ് ദൈവത്തെ എന്ത് ചെയ്യാനൊക്കത്തില്ല, ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ മാറ്റർ, പദാർത്ഥം, ദൈവം സകലത്തെ സൃഷ്ടിച്ചത് ഔട്ട് ഓഫ് നത്തിങ് ആണ്. ഔട്ട് ഓഫ് നത്തിങ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് അവൻ സകലത്തെയും സൃഷ്ടിച്ചു. ഔട്ട് ഓഫ് നത്തിങ് ദൈവം സകലത്തെയും സൃഷ്ടിച്ചു. അത് സയൻസിനെതിരാണ്. കാരണം സയൻസ് പറയുന്നത് മാറ്റർ കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന അല്പം സയൻസാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ അല്പം സയൻസ് കയറി വരും കേട്ടോ. കാരണം മെഡിസിനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സയൻസ് ഇല്ലാതെ പഠിപ്പിക്കാനൊക്കത്തില്ല. മാറ്റർ കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അല്ലേ, പദാർത്ഥ സിദ്ധാന്തമാണ്. ഒരു പദാർത്ഥത്തെ പുതുതായി ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയത്തില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു വൺ ഫോം ടു അനദർ ഫോം. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് അതിനെ മാറ്റുവാൻ കഴിയും. കുറേ നാളുകൾ ഈ പാരൽ കോളേജിൽ ഫിസിക്സും ഒക്കെ പഠിപ്പിച്ച് നടന്നൊരു സമയമുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിപ്പിച്ച് നടന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് അല്പമൊക്കെ പഴയകാല ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ച പദാർത്ഥ സിദ്ധാന്തം അല്ലേ, എന്താ പഠിപ്പിച്ചത്? മാറ്റർ കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഓർ ചേഞ്ച്ഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു പദാർത്ഥത്തെ ഉണ്ടാക്കാനൊക്കത്തില്ല, നശിപ്പിക്കാനും ഒക്കത്തില്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു വിറക് കഷ്ണം കത്തിച്ചു കഴിഞ്ഞാൽ ആ വിറക് ചാരമായി മാറുന്നു. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറി. പക്ഷേ ഒരു വലിയ വിറക് കത്തിയിട്ട് അല്പം ചാരമല്ലേ കിട്ടിയത്, ബാക്കിയോടെ പോയി. ബാക്കി കൺവേർട്ട് ചെയ്ത് എനർജി ആയിട്ട് പോയി. തീയുടെ ചൂട് എനർജി അല്ലേ. അപ്പോൾ മാറ്ററിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, മറ്റ് വസ്തുക്കളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് പദാർത്ഥ സിദ്ധാന്തം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ നിന്ന് മാത്രമേ ഇല്ലാത്തതിനെ ഉളവാക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഭൂമിയിൽ ഉള്ളത് തന്നെയാണ് വേറൊരു ഫോമിൽ അവതരിക്കുന്നത് എന്നാണ് പദാർത്ഥ സിദ്ധാന്തം പറയുന്നത്. പക്ഷേ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് നത്തിങ് ഗോഡ് ക്രിയേറ്റഡ് എവരിതിങ് എന്ന് പറയുമ്പോൾ മാറ്റർ ദൈവത്തെ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല.
ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ചിലർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് സൃഷ്ടി നടന്നത്. അപ്പോൾ ഈ പദാർത്ഥ സിദ്ധാന്തം അനുസരിച്ച് മാറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എനർജി, അല്ലേ? പദാർത്ഥത്തെ ഊർജ്ജമാക്കി മാറ്റാൻ പറ്റും. പക്ഷേ ഊർജ്ജത്തെ തിരിച്ച് പദാർത്ഥമാക്കാൻ ഇന്ന് വരെ ഒരു സയൻസിനും കഴിഞ്ഞിട്ടില്ല, എൻ്റെ ലിമിറ്റഡ് അറിവിൽ. എനിക്ക് തെറ്റുപറ്റിയ ഇന്ന് പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്തമുണ്ട് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ പഠിച്ചിട്ടുള്ള അറിവിൽ പദാർത്ഥം ഊർജ്ജമായി പോയാൽ ആ ഊർജ്ജത്തെ തിരിച്ച് പദാർത്ഥമാക്കി മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന് അത് കഴിയും. വചനം പറയുന്നു, ഒരു വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കി. അപ്പോൾ ആ വാക്കിലുള്ള പവർ, ഒറ്റ വാക്കിൽ വെളിപ്പെട്ട എനർജി. ഞാൻ ചിലപ്പോഴൊക്കെ കുട്ടികളോട് പറയാറുണ്ട്, ആ ഒറ്റ വാക്കാണ് ഈ ബിഗ് ബാങ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഒറ്റ വാക്ക്, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വാക്കിലുണ്ടായ ഒരു എനർജിയുടെ ഒരു ബഹിർസ്ഫുരണം, അതെന്ത് ചെയ്തു? സകലത്തെയും ഉളവാക്കി, സകലത്തെയും സൃഷ്ടിച്ചു. മാറ്റർ അവിടെ ഉണ്ടായി. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ എനിക്കൊരു പ്രശ്നം വന്നു. എനിക്ക് വന്ന പ്രശ്നം എന്താണെന്നറിയാമോ? ദൈവം കാലാതീതനായിരിക്കണം, അല്ലേ? സ്ഥലകാല അതീതനാണ് ദൈവം. സ്ഥലത്തിന് അതീതനാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്പേസ്, മാറ്റർ, ഇതിനെല്ലാം ദൈവം അതീതനാണെന്ന് പറഞ്ഞു. ഇനി കാലം, സമയത്തിന് ദൈവം അതീതനാണോ? ഞാൻ കുറേ ദിവസങ്ങൾ ദിവസത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കത് മനസ്സിലാക്കി തരണം, ദൈവം സമയത്തിന് അതീതനാണ്. ദൈവം സമയത്തിന് അതീതനാണെന്ന്. അപ്പോൾ ദൈവം സമയത്തിന് അതീതനാണെന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്നുള്ള കാര്യങ്ങളുടെ മേൽ ദൈവത്തിന് നിയന്ത്രണമുണ്ട്, ഫ്യൂച്ചറിൻ്റെ മേലും ദൈവത്തിന് നിയന്ത്രണമുണ്ട്. പക്ഷെ ഭൂതകാലം ഒരിക്കൽ സംഭവിച്ചത് മാറ്റാൻ ആർക്കെങ്കിലും പറ്റുമോ? ഒരിക്കൽ സംഭവിച്ചത് മാറ്റാൻ ആർക്കെങ്കിലും പറ്റുമോ? ഒരാൾക്കും പറ്റത്തില്ല. ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി സംഭവിച്ചതിനെ തിരിച്ചു മാറ്റാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ പുറമോട്ട് പോയിട്ട് ചില മാറ്റങ്ങളൊക്കെ ചെയ്യുമായിരുന്നില്ലേ? നമ്മുടെ തീരുമാനങ്ങൾ മാറ്റുമായിരുന്നു, എന്തെന്ത് മാറ്റങ്ങൾ സംഭവിക്കുമായിരുന്നു. നമ്മൾക്ക് തെറ്റെന്ന് ഇന്ന് തോന്നുന്ന പല തീരുമാനങ്ങളും നമ്മൾ പോയി തിരുത്തിയനെ. പക്ഷെ നടക്കത്തില്ല. ഞാനൊരിക്കൽ പറഞ്ഞു, കർത്താവേ ദൈവത്തിന് അതും കഴിയണം. ഭൂതകാലത്തിലെ തെറ്റിനെ തിരുത്താനും അല്ലെങ്കിൽ മാറ്റം വരുത്താനും ദൈവത്തിന് കഴിയണം. ഞാനൊരു 3 ആഴ്ച പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമോ, ഒരു ദിവസം പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഒരു തോട്ട് എൻ്റെ മനസ്സിലിടുകയാണ്. യേശയ്യാവിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ സംഭവിച്ചത് അതല്ലേ? പ്രവാചകൻ വന്ന് ദൂത് പറയുന്നു. പ്രവാചകൻ ദൂത് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നു. ഒരു 45 മിനിറ്റിനകം, അതാണ് സൂര്യഘടികാരത്തിലെ 15 മുഴമെന്ന് പറയുന്നത്, 45 മിനിറ്റിനകം പ്രവാചകനെ തിരിച്ചു കൊണ്ടുവന്നൊരു ദൂത് പറയുന്നു. എന്താ ദൂത്? ആ സംഭവം നടക്കത്തില്ല, മരണം നടക്കത്തില്ല. അടയാളം എന്താ? സൂര്യഘടികാരത്തിലെ നിഴൽ പുറമോട്ട് പോകാൻ പോവുക എന്ന് പറഞ്ഞാൽ 15 മുഴം. പ്രവാചകൻ ദൂത് പറഞ്ഞ പോയിന്റിലേക്ക്, മരിക്കുമെന്ന് പറഞ്ഞ ദൂത് പറഞ്ഞ പോയിന്റിലേക്ക് ഈ സൂര്യൻ തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ചരിത്രം തിരിച്ചു കറങ്ങിയെന്ന്. ഇതൊക്കെ ഇങ്ങനെ എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ദൈവം എന്നെ വചനത്തിലൂടെ മനസ്സിലാക്കി തന്ന കുറേ കാര്യങ്ങളൊക്കെ കേട്ടോ. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോയിട്ട് 15 മുഴം 45ഓളം മിനിറ്റുകൾ പുറകിലേക്ക് പോയിട്ട് ആ പറഞ്ഞ പ്രവചനത്തെ വാനിഷ് ചെയ്തിട്ട് ഇതാ ആയുസ് നീട്ടുന്ന ഒരു അനുഭവം. ഇത് ഭയങ്കര സൂപ്പർ നാച്ചുറൽ മിറക്കിളാണ്. ഞങ്ങൾക്കൊരു ജിയോഗ്രഫി ടീച്ചർ ഉണ്ടായിരുന്നു. ഞാനൊരിക്കൽ അദ്ദേഹവുമായിട്ട് ഈ കാര്യങ്ങളെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇതെങ്ങനെയാണ് പോസിബിള്? ഈ സത്യത്തിൽ നമുക്കറിയാം, ഈ കാലം സമയം എന്ന് പറഞ്ഞാൽ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങുന്നതാണ്, അല്ലേ? അപ്പോൾ ഭൂമി 45 മിനിറ്റ് മുമ്പോട്ട് കറങ്ങിയത് ഭൂമി ഇങ്ങനെ തിരിച്ച് കറങ്ങി കാണുമോ? എങ്ങനെയാണ് 45 മിനിറ്റ് പുറമോട്ട് വന്നത്? അപ്പോൾ അദ്ദേഹം ജിയോഗ്രഫി ടീച്ചറായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ അത് ജിയോഗ്രഫി പ്രകാരം വളരെ ഇമ്പോസിബിളാണ്. കാരണം ഭൂമി ഒരു നിമിഷത്തേക്ക് അതിൻ്റെ ഭ്രമണ ഒരു എന്താ പറയുക, ആ ഒരു റൊട്ടേഷൻ അതൊന്ന് നിൽക്കുകയോ ഒന്ന് മാറുകയോ ചെയ്താൽ ഭൂമിയുടെ മുകളിലുള്ള കാറ്റെല്ലാം മാറും. വലിയ കൊടുങ്കാറ്റുകൾ ഭൂമിയിലടിക്കും, ഭൂമി നശിച്ചു പോവും. അങ്ങനെ സംഭവിക്കത്തില്ല. പക്ഷേ വേദപുസ്തകം പറഞ്ഞു 45 മിനിറ്റ് ചരിത്രം പുറമിലേക്ക് പോയെന്ന്, ഭൂമി തിരിച്ചു കറങ്ങിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൂപ്പർ നാച്ചുറൽ. ഒന്നും സംഭവിച്ചില്ല, ഒരു കൊടുങ്കാറ്റും സംഭവിച്ചില്ല. അതാണ് ദൈവത്തിൻ്റെ സുപ്രീം പവർ എന്ന് പറയുന്നത്. അപ്പം ഞാനിതെന്തിനാ ഇത്രയും ഇങ്ങനെ പറഞ്ഞു വരുന്നതെന്ന് അറിയാമോ? ഇത്ര സുപ്രീം മിറക്കിളാണ് ദൈവം ഹിസ്കിയാ രാജാവിന് അടയാളമായിട്ട് കൊടുത്തത്. നീ സൗഖ്യമാകുമെന്നുള്ള അടയാളം ഇത്ര ഭയങ്കര മിറക്കിളാണ്. അത്രയും മിറക്കിൾ ചെയ്ത ദൈവത്തിന് എന്നാന്നേ നിൻ്റെ ആ ഒരു ട്യൂമർ, അല്ലേ, ഹിസ്കിയാവിൻ്റെ ആ പരുക്കൾ അതങ്ങ് വാനീഷാക്കാൻ അങ്ങ് പറഞ്ഞാൽ പോരായോ? 1 സെക്കൻഡ് കൊണ്ട് അതങ്ങ് വാനീഷായി പോവും. അങ്ങനൊരു സംഭവമേ അവിടെ ഇല്ല. ചരിത്രം കുറച്ചുകൂടെ പുറമിലോട്ട് കറങ്ങി അതങ്ങ് വാനീഷായി പോവും. ഹിസ്കിയാവ് നോക്കുമ്പോഴത്തേക്ക്
ഹിസ്കിയാ നോക്കുമ്പോൾ അവൻ്റെ കാലിൽ എവിടെയാണ് പരുക്കൾ, അവിടെ ഒന്നുമില്ല. അങ്ങനെ ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ലേ? പക്ഷേ അങ്ങനെ ദൈവം ചെയ്തില്ല. എൻ്റെ ചോദ്യം, ഇത്ര വലിയ മിറക്കിൾ ചെയ്തിട്ടോ, ഇത്ര സൂപ്പർ നാച്ചുറൽ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ എന്തൊരു മിറക്കിൾ അടയാളമായിട്ട് കൊടുത്തത്. ഒരു ചെറിയ സൗഖ്യത്തിന് ഒരു വലിയ അടയാളം മിറക്കിളായിട്ട് കൊടുത്തിട്ട് ദൈവം ആ സൗഖ്യം കൊടുക്കാൻ വേണ്ടി ഒരു ദൂത് കൊടുത്തു. അത്തിപ്പഴക്കട്ട ആ പരുക്കളുടെ മേൽ വെക്കുക. നിങ്ങൾക്കറിയാമോ, അത് ഒരു ആൻറ്റിസെപ്റ്റിക് പോലെയാണ് അവിടെ വർക്ക് ചെയ്തത്. അതായത് നമുക്കറിയാം, പഴയ വൈദ്യന്മാരൊക്കെ തന്നെ ഈ ഇപ്രകാരമുള്ള ഇലകൾ ഈ പുഴുവരിച്ച ആളുകളുടെ വ്രണങ്ങളിൽ നിന്ന് പുഴുക്കളെ പുറത്തു കൊണ്ടുവരാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞാൻ ഈ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ ഇലകളുടെയൊക്കെ ചാറ് പിഴിഞ്ഞ് ആ വ്രണത്തിൽ ഒഴിക്കുമ്പോൾ അതിനകത്ത് നിന്ന് പുഴുക്കളൊക്കെ പുറത്തു വരുന്ന അനുഭവങ്ങളൊക്കെ ഞാനിങ്ങനെ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു മെഡിസിനാണ് പ്രിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ ആ മെഡിസിൻ്റെ ഗുണം അല്ല സൗഖ്യമായത് ദൈവം അവനെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞ വാക്കാണ്. ദൈവമാണ് സൗഖ്യമാക്കിയത്. ഹിസ്കിയാവ് മെഡിസിനിലല്ല ആശ്രയിച്ചത്, ഹിസ്കിയാവ് ദൈവത്തിലാണ് ആശ്രയിച്ചത്. പക്ഷെ മെഡിസിൻ അവിടെ ഉപയോഗിച്ചു. ഇത് വേദപുസ്തകത്തിലെ വളരെ ശക്തമായ തെളിവാണ്. വലിയൊരു ഹീലിങ്ങിന് ദൈവം ഒരു മെഡിസിനെ ഉപയോഗിച്ചു. അപ്പോൾ നിങ്ങൾ പറയും, അതൊക്കെ ഒരു മെഡിസിനാണ് പാസ്റ്ററെ, അതൊക്കെ ഒരു നാച്ചുറൽ സസ്യത്തിൻ്റെ ഒരു ഫലമല്ലേ ഉപയോഗിച്ചത്? കേട്ടോ, അന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന എല്ലാ മെഡിസിൻസും നാച്ചുറൽ വൃക്ഷങ്ങളുടെ ഒക്കെ ഫലങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ അരി പൊടിച്ചെടുത്തതോ അല്ലെങ്കിൽ അതിൻ്റെ ഇലയോ ഒക്കെ ആയിരുന്നു. അപ്പോസ്തലനായ പൗലോസ് തീമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, നിൻ്റെ അജീർണം മാറുവാൻ, ഡൈജഷൻ ഇഷ്യൂ മാറുവാൻ അല്ലേ എന്ത് ചെയ്യണം? അല്പം വീഞ്ഞ് സേവിച്ചു കൊള്ളുക. അപ്പോൾ അത് വെച്ചിട്ട് ചിലർ പറയുന്നുണ്ട്, അപ്പം വീഞ്ഞ് കുടിക്കുന്നത് അസിഡിറ്റിക്ക് നല്ലതാണോ പാസ്റ്ററെ? അന്നത്തെ കാലത്തെ അറിവാകട്ടോ. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഡൈജീനോ പിന്നെന്താ ജലൂസിലോ ഒന്നുമില്ല. നമുക്കൊരു ഒരു ഗോളി വായിലിടാൻ അന്നൊന്നും ഇല്ല. അന്നുള്ളത് അജീർണതയ്ക്കുള്ള മെഡിസിൻ അന്ന് അതായിരുന്നു. പൗലോസ് ഇച്ചിരി കുടിച്ചോളാൻ പറഞ്ഞു. അത് മദ്യപിക്കാനുള്ള നിർദ്ദേശമല്ല, അങ്ങനെയൊക്കെ എടുക്കുന്നവരുണ്ട്. പിന്നെന്താ ഒരു മെഡിസിനായിട്ട് ഉപയോഗിക്കാനാ അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾക്കറിയാമോ, വഴിയരികിൽ അടിയേറ്റ് കിടന്ന ആ മനുഷ്യൻ, കള്ളന്മാർ ഉപദ്രവിച്ചിട്ടിട്ട് പോയ മനുഷ്യൻ, അവൻ്റെ മേൽ എണ്ണയും വീഞ്ഞും പകർന്നെന്ന. അതുമെന്താ? വീഞ്ഞ് ആൻറ്റിസെപ്റ്റിക്കായിട്ടാണ് അവിടെ ഉപയോഗിച്ചത്. അതായത് മുറിവ് കഴുകാൻ വേണ്ടി. വീഞ്ഞിലകത്ത് എന്താ ഉള്ളത്? ആൽക്കഹോളാണ് ഉള്ളത്. ഇന്നും മുറിവ് കഴുകാൻ ആൽക്കഹോളല്ലേ ഉപയോഗിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞ കഥയാകട്ടോ. പിണങ്ങരുത് കേട്ടോ, ഞാൻ വേദപുസ്തകത്തിലുള്ള എക്സാമ്പിൾസാണ് പറയുന്നത്. വേദപുസ്തകത്തിൽ ഒരിടത്ത് പോലും മരുന്ന് ഉപയോഗിക്കരുത് എന്നൊരു വചനമില്ല. മരുന്ന് ഉപയോഗിക്കുന്നത് പാപമാണെന്നുള്ളൊരു വചനമില്ല. വേദപുസ്തകത്തിൽ മരുന്ന് ഉപയോഗിച്ചതിന് ഒത്തിരി തെളിവുകളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞ ആ കഥയിൽ, നല്ല ശമരിയാക്കാരുടെ കഥയിൽ, എണ്ണയും വീഞ്ഞും പകർന്നു. വീഞ്ഞ് അവിടെ മുറിവ് കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടി? വീഞ്ഞ് കുടിക്കാനല്ലേ കൊടുക്കേണ്ടത്. വീഞ്ഞ് പകർന്നത് എന്തിനാണ്? അവൻ്റെ മുറിവുകളുടെ മേൽ. എണ്ണ എന്തിനാണ് അവൻ്റെ മുറിവുകളുടെ മേൽ പകർന്നത്? അന്ന് എണ്ണ ഒരു ഹീലിംഗ് ഏജൻ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇന്നും എണ്ണയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. എണ്ണയ്ക്കുള്ളൊരു ഗുണം, ഫോർ എക്സാമ്പിൾ സ്കിൻ ഡിസീസുകൾ, ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ ചില ഫംഗൽ ഇൻഫെക്ഷന് അവിടെ എണ്ണ തൂത്ത് കഴിഞ്ഞാൽ അത് ഹീലാകും. കാരണം ആ എണ്ണ അവിടെ തൂത്ത് കഴിയുമ്പോൾ ആ ഫംഗസിന് വളരാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഇല്ലാതാകും. ആ ഫംഗൽ ഇൻഫെക്ഷൻ അവിടെ നിന്ന് പാടെ മാറ്റപ്പെടും. അപ്പോൾ എണ്ണ ഇന്നും ആളുകൾ ഹീലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഞ്ഞ് ഒരു ആൽക്കഹോൾ അതിനകത്തുള്ളത് കൊണ്ട് ഇന്നും ആൽക്കഹോൾ അല്ലേ, സ്പിരിറ്റ് എന്ന് നമ്മൾ പറയത്തില്ലേ, മുറിവ് കഴുകാൻ ഉപയോഗിക്കാം അല്ലേ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ വേദപുസ്തകത്തിൽ ഇതൊക്കെ തന്നെ മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നാച്ചുറലായിട്ടുള്ള അന്നത്തെ അവൈലബിൾ സബ്സ്റ്റൻസുകളാണ് ഉപയോഗിച്ചത്. അങ്ങനെ വന്നപ്പോൾ ചിലർ പറയുന്നു, പാസ്റ്ററെ അതൊക്കെ നാച്ചുറൽ സബ്സ്റ്റൻസ് അല്ലേ, ഇന്നത്തെ അലോപ്പതിയിൽ നാച്ചുറൽ സബ്സ്റ്റൻസ് ഒന്നും അല്ലല്ലോ ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ അറിവില്ലായ്മ. ഞാൻ പറഞ്ഞല്ലോ, മാറ്റർ കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ് ഫിസിക്സ് പഠിപ്പിക്കുന്നത്. ഇന്ന് അലോപ്പതിയിൽ ഉപയോഗിക്കുന്ന അല്ല, അതുപോലെയുള്ള ഏതൊക്കെ ശാസ്ത്ര ശാഖകൾ മെഡിസിനിലുണ്ടോ അതിലുപയോഗിക്കുന്ന മരുന്നുകളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് തന്നെയുള്ള എന്തെങ്കിലുമൊക്കെ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യൻ ഉപയോഗിക്കുകയാണ്. ദൈവം സൃഷ്ടിച്ചത് മനുഷ്യൻ ഉപയോഗിക്കുകയാണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ക്യാൻസറിനൊക്കെയുള്ള റേഡിയോളജി അല്ലേ. ഈ റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിക്കണം. നിങ്ങളൊക്കെ എന്നെക്കാട്ടിലും വിദ്യാഭ്യാസമുള്ളവരാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ പറയുന്ന ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ വരും. പണ്ട് പഠിച്ചതൊക്കെ ഓർമ്മയെന്ന് പറയില്ലേ. ഇപ്പം ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിക്കുന്ന ആളല്ല.
ഞാൻ ദൈവവചനം വെച്ച് ഉപദേശിക്കുന്ന ആളാണ്. പഠിപ്പിക്കുന്നതെന്ന് പറയാനുള്ള അർഹതയും യോഗ്യതയും ഒന്നും എനിക്കില്ല. പക്ഷേ അറിയാവുന്ന വചനം വെച്ച് കുറേ ദൈവമക്കളെ ഉപദേശിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ എൻ്റെ ചോദ്യം, ഈ ക്യാൻസറിൻ്റെ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവം? റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്നത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളാണ് അല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ മാഡം ക്യൂറിയുടെയൊക്കെ കഥ കേട്ടിട്ടില്ലേ? മാഡം ക്യൂറി ക്യാൻസറിനെ തോൽപ്പിക്കുവാൻ വേണ്ടി മരുന്ന് കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്ന, അവർ മരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളുമായിട്ടുള്ള പരീക്ഷണശാലയിൽ നിരന്തരം അതുമായിട്ട് ബന്ധപ്പെട്ട് അവസാനം ഒരു രോഗിയായിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യവർഗത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തൊരു ജീവിതമാണ് മാഡം ക്യൂറിയുടെ ജീവിതം അല്ലേ? അപ്പം എന്താ ഉപയോഗിക്കുന്നത്? റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളാണ്. റേഡിയോ ആക്ടിവിറ്റിയുള്ള പല സബ്സ്റ്റൻസുകൾ ഈ മണ്ണിൽ തന്നെയുണ്ട്. അതാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്നത് അവർ ശൂന്യാകാശത്തു നിന്ന് കൊണ്ടുവന്ന എന്തെങ്കിലും സാധനമല്ല, ഈ ഭൂമിയിൽ തന്നെയുള്ള സാധനങ്ങളാണ്. അങ്ങനെ പറയുമ്പോൾ ഞാൻ 1-2 എക്സാമ്പിൾ കൂടെ പറഞ്ഞു തരാം. നമ്മളൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മരുന്നല്ലേ എൻ്റെ പ്രിയമുള്ള ഒരു ആൻറ്റിബയോട്ടിക് അല്ലേ? അമോക്സിസലിൻ എന്ന് പറഞ്ഞൊരു ആൻറ്റിബയോട്ടിക്. അമോക്സിസലിൻ അല്ലേ? എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഡോക്ടറൊന്നുമല്ല, പക്ഷേ കുഞ്ഞു കുഞ്ഞു മരുന്നുകളുടെ പേരറിയാം. നമ്മളൊക്കെ സ്ഥിരം ഈ മെഡിക്കൽ സ്റ്റോറിലും അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നത് കൊണ്ട്, നമ്മുടെ വീട്ടിലെ നേഴ്സുമാരുള്ളത് കൊണ്ട്, എൻ്റെ ഭാര്യയും ഒരു നേഴ്സായതുകൊണ്ട് അത്യാവശ്യം മരുന്നുകൾ കണ്ടിട്ടുള്ളത് കൊണ്ട്, ഈ മോക്സ് 500 എന്ന് പറഞ്ഞൊക്കെ ഒരു മരുന്നില്ല, നമ്മൾ ഈ ചെസ്റ്റ് ഇൻഫെക്ഷന് വേണ്ടിയൊക്കെ ആളുകൾ ഡോക്ടർമാർ കൊടുക്കുന്നൊരു മരുന്ന് അമോക്സിസലിനാണ് അതല്ലേ? അമോക്സിസലിൻ. ഈ അമോക്സിസലിൻ എന്തോ സംഭവം? ആൻറ്റിബയോട്ടിക് എന്തോ സംഭവം? വളരെ സിമ്പിൾ. പെൻസിലിൻ നൊട്ടാറ്റം എന്ന് പറയുന്ന ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്ന അതിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഈ പറഞ്ഞ അമോക്സിൽ എന്ന് പറയുന്ന മരുന്ന്. അതിൻ്റെ ഒരു ഡിറൈവ്ഡ് ഫോംഡ് എന്ന് പറയും അല്ലേ? അതിനോട് കൂടെ ഒരു അമിനോ പ്രോട്ടീനും കൂടെ, ആസിഡും കൂടെ ചേർത്ത ഒരു ഫോമാണ് അമോക്സിസിലിൻ എന്ന് പറയുന്നത്. നാച്ചുറലാണ്. പെൻസിലിൻ നൊട്ടാറ്റിയം എന്ന് പറയുന്ന ഒരു ചെറിയ സൂക്ഷ്മജീവിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു മരുന്നാണ്, അല്ലെങ്കിൽ ഒരു സ്രവമാണ് മരുന്നായിട്ട്, ആൻറ്റിബയോട്ടിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ കുറേ സയൻസ് പറയേണ്ടി വരുമെന്ന്. അപ്പം നമ്മൾ ഇന്ന് മോഡേൺ മെഡിസിനിലും ഉപയോഗിക്കുന്നതൊക്കെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച അതേ പ്രൊഡക്റ്റുകളാണ്. മനുഷ്യൻ്റെ അറിവ് കൂടി, മനുഷ്യന് മനസ്സിലായി ഈ സാധനം ഇന്നതിന് ഉപയോഗിക്കാം. മാഡം ക്യൂറി പരീക്ഷണങ്ങൾ നടത്തി, അവർക്ക് മനസ്സിലായി റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ക്യാൻസറിനെ കരിക്കാം, റേഡിയേഷൻ എങ്ങനെ നടത്താം. പെൻസിലിൻ നൊട്ടാറ്റിയം അല്ലേ? ലോകമഹായുദ്ധകാലത്ത്, 1-ാം ലോകമഹായുദ്ധമാണ്, 2-ാം ലോകമഹായുദ്ധമാണ്, ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിരുന്നു പെൻസിലിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. കാരണം ഒത്തിരി പട്ടാളക്കാർ മരണത്തോടടുത്തപ്പോൾ അവരെ രക്ഷിച്ച മെഡിസിനായിരുന്നു പെൻസിലിൻ എന്ന് പറയുന്നത്. പെൻസിലിൻ എന്ന് പറയുന്ന മെഡിസിൻ ഒരു ജീവിയുടെ സൂക്ഷ്മാണുവിൻ്റെ ശരീരത്തിൽ നിന്നെടുക്കുന്ന സ്രവമാണത്. അപ്പോൾ നിങ്ങളെ അത് കേൾക്കണമേ, ഇതൊക്കെ ഓരോ ശാസ്ത്രജ്ഞന്മാർ അവരിതിനെ കണ്ടെത്തി, ഓൾറെഡി ഭൂമിയിലുള്ളത് കണ്ടെത്തി, ദൈവം അവർക്ക് അതിനുള്ള ബുദ്ധി കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് വേദപുസ്തകത്തിൽ അന്നത്തെ കാലത്ത് നാച്ചുറലി അറിയാവുന്ന മെഡിസിൻ ഉപയോഗിച്ചു. ഇന്ന് മനുഷ്യൻ്റെ അറിവ് വർദ്ധിച്ചപ്പോൾ നാച്ചുറലി ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. അത് തെറ്റല്ല, അത് ദൈവം തന്നതാണ്. ദൈവം തന്നത് നമ്മൾ ഉപയോഗിക്കുക തന്നെ ചെയ്യണം. അതിന് വേദപുസ്തകം എതിര് അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ സെക്ഷൻ കുറച്ച് മുന്നോട്ട് പോകാൻ ക്ഷമിക്കണം. എനിക്കതൊന്നും ഞാൻ എഡിറ്റ് ചെയ്യാതെ തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കുന്നതും ഇടയ്ക്ക് പോസ് ചെയ്യുന്നതും വെള്ളം അടക്കുന്നതും ഒക്കെ ഇതിനകത്ത് കാണും. കാരണം ഇന്നത്തെ ദിവസം വളരെ തിരക്കുള്ള ദിവസമായിരുന്നു. രാവിലെ 6:30 ആദ്യത്തെ നമ്മുടെ ഇംഗ്ലീഷ് ചാനലിൽ നമ്മുടെ ടെസ്റ്റിമണി സെഷൻ 6:30, കാരണം അമേരിക്കയിൽ നിന്നുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ടെസ്റ്റിമണി നമ്മൾ ചെയ്തത്, അതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. പിന്നെ പാഠഭേദം ചെയ്തു, പിന്നെ നമ്മുടെ ചർച്ചിൻ്റെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും ഞാൻ റെക്കോർഡിങ്ങിന് ഇരിക്കുക. വളരെ തിരക്കുള്ള ദിവസമാണ്. പക്ഷേ ഈ സെഷൻ എനിക്കിത് എഡിറ്റ് ചെയ്യാൻ പോയ സമയം പോകുന്നുള്ളത് കൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് ഇത് അപ്ലോഡ് ചെയ്ത ശേഷം ഓൺലൈൻ എഡിറ്റ് ചെയ്യാമെന്ന്. കാരണം അത്രയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് വൈകാതെ നിങ്ങളുടെ അടുക്കലേക്ക് എത്തണം എന്നുള്ളത്. അപ്പോൾ ഇവിടം വരെയാണ് പറഞ്ഞത്, നാച്ചുറൽ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, മെഡിസിനിൽ ഉപയോഗിക്കുന്നത്. വേദപുസ്തകത്തിലും അങ്ങനെ ഉപയോഗിച്ചത്, അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു. വേദപുസ്തകം അതിന് എതിരല്ല. ഇനിയും ഭാവിയെക്കുറിച്ച് പറഞ്ഞാൽ
ജീവൻ്റെ വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലേ? ജീവവൃക്ഷങ്ങളുടെ പ്രത്യേകത 12 മാസവും ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ. അതിൻ്റെ ഇല രോഗത്തിന് ശമനമായി തീരും എന്ന് വേദപുസ്തകം പറഞ്ഞപ്പോൾ അന്ന് രോഗികളുണ്ടാകുമോ? പുതിയ ഭൂമിയിൽ അല്ലേ, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് അത് പറയുന്നത്, അന്ന് രോഗികളുണ്ടാകുമോ? ആർക്കാണ് രോഗം വരുന്നത്? കുറേ ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് ഉത്തരം പറയാൻ സമയമില്ല. ഉത്തരവുണ്ട്, ഉത്തരവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ പ്രധാന വിഷയം വിട്ടുപോകും എന്നുള്ളത് കൊണ്ട് മടങ്ങി വരികയാണ്. അവിടെയും പറയുന്നു അതിൻ്റെ ഇല മെഡിസിനായി തീരും. ഇന്ന് കണ്ടുപിടിക്കാത്ത പല മരുന്നുകളും ഇനിയും കണ്ടുപിടിക്കുമെന്നതിൻ്റെ അർത്ഥം കേട്ടോ. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വാഴുമ്പോൾ അല്ല, ഈ ഭൂമിയിൽ ജീവൻ്റെ വൃക്ഷമൊക്കെ നട്ടു വളർത്തപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇന്നില്ലാത്ത പല മെഡിസിൻസും ഉണ്ടാകും. അന്ന് രോഗം ഇല്ലാതായി തീരുവാനുള്ള പ്രധാന കാരണം രോഗത്തിന് പരിഹാരമായിട്ടുള്ള എല്ലാ മെഡിസിനും ഉണ്ട്. ഇന്നൊക്കെ സിംബോളിക് മീനിങ്ങുമുണ്ട്. ജീവൻ്റെ വൃക്ഷം കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് കേട്ടോ. യേശുക്രിസ്തുവിൽ എല്ലാ രോഗത്തിലും സൗഖ്യമുണ്ട്. ഞാൻ പിന്നെയും ആവർത്തിക്കട്ടെ, നല്ല സൗഖ്യമാക്കുന്നത് കർത്താവാണ്. സൗഖ്യമാക്കുന്നത് കർത്താവിൽ ആശ്രയിക്കാതെ സൗഖ്യം ലഭിക്കത്തില്ല. കർത്താവിൽ ആശ്രയിക്കാതെ സൗഖ്യം ലഭിക്കത്തില്ല. എത്ര വൈദ്യന്മാരിൽ ആശ്രയിച്ചാലും കർത്താവിൽ ആശ്രയിക്കാതെ സൗഖ്യം ലഭിക്കത്തില്ല. ഞാൻ വിശ്വാസികളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ചാനലൊക്കെ ചിലപ്പം ഈ രോഗം വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സൗഖ്യമായിട്ട് വന്ന് സാക്ഷ്യം പറയുമ്പോൾ ചിലർ വന്ന് കമൻ്റ് ഇടും, ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ലേ സൗഖ്യമായത്, ഇതൊക്കെ സാക്ഷ്യമാണോ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 12-ാം അധ്യായത്തിലെ ഹേരോദ ഒരു സൂപ്പർ പ്രസംഗം പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ എല്ലാവരോട് കൈയടിച്ചിട്ട് പറഞ്ഞു, ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല, ഇത് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് തോന്നുന്നു, ഇത് ദൈവത്തിൻ്റെ ശബ്ദം പോലെ. ഹേരോദാവ് അങ്ങ് പൊങ്ങി. വചനം പറയുന്നു, അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാത്തത് കൊണ്ട് യഹോവയുടെ ദൂതൻ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? അവൻ സുവിശേഷ പ്രസംഗമാണോ ചെയ്തത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ? അല്ല, അവൻ്റെ രാജ്യത്തെ ചിതറിക്കിടക്കുന്ന ജനങ്ങളെ ഒന്നിച്ച് നിർത്തുവാൻ ഒരു പൊളിറ്റിക്കൽ പ്രസംഗമാണ് ചെയ്തത്. അവൻ ചെയ്ത പൊളിറ്റിക്കൽ പ്രസംഗത്തിന് അവൻ അപ്രിസിയേഷൻ കിട്ടിയപ്പോൾ അവൻ ദൈവസന്നിധി പറയണമായിരുന്നു, നന്ദി കർത്താവേ എന്ന്. അവൻ്റെ മിടുക്ക് കൊണ്ട് ബുദ്ധി കൊണ്ടുമാണ് പ്രസംഗിച്ചത്. പക്ഷെ നന്ദി ആർക്ക് കൊടുക്കണം? കർത്താവിന് കൊടുക്കണം. എന്നോട് ദൈവം പറഞ്ഞ ഒരു കാര്യം, പഠിപ്പിച്ചൊരു കാര്യം ഞാൻ ആസാദിയുടെ പ്രേക്ഷകരോട് പറഞ്ഞു തരിക കേട്ടോ. മെഡിസിൻ കൊണ്ടായിരിക്കാം നിങ്ങൾ സൗഖ്യമായത്. നാളെ നിങ്ങൾ സാക്ഷ്യം പറയാൻ എഴുന്നേൽക്കുമ്പോൾ പറയരുത്, ആ ഡോക്ടർ എന്തൊരു മിടുക്കനായിരുന്നു എന്നറിയാമോ കേട്ടോ, ഇന്ത്യയിലെ നമ്പർ 1 ഡോക്ടറെ എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ സൗഖ്യമായി. ബെസ്റ്റ് മെഡിസിൻ എനിക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ സൗഖ്യമായി. സഹോദര, അതുകൊണ്ടല്ല നിങ്ങൾ സൗഖ്യമായത്. മഹത്വം ഡോക്ടറിന് കൊടുക്കരുത്, മഹത്വം ദൈവത്തിന് കൊടുക്കണം. ഹേരോദാവിന് അടി കിട്ടാൻ കാരണം അവൻ്റെ പ്രസംഗത്തിൻ്റെ മിടുക്കിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കേണ്ടിയിരുന്നവൻ അവൻ തന്നെ താൻ താഴ്ത്തേണ്ടിയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കണം കേട്ടോ. നമ്മൾ എന്ത് മെഡിസിൻ ഉപയോഗിച്ചാലും, നമ്മൾ എത്ര പഠിച്ചാലും ജയിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവം തരുന്ന ബുദ്ധി കൊണ്ടാണ്. നമ്മൾ എത്ര മെഡിസിൻ ഉപയോഗിച്ചാലും സൗഖ്യമാക്കുന്നത് കർത്താവാണ്. ഞാൻ പറഞ്ഞു, രാവിലത്തെ പാഠഭേദത്തിൽ പറഞ്ഞു, ഒരു ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ, ബോംബെയിലെ ഒരു ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, വി ട്രീറ്റ്സ്, ഹീ ഈസ് ദ വൺ ഹു ഹീൽസ്. ഞങ്ങൾ ചികിത്സിക്കുന്നു, അവനാണ് സൗഖ്യമാക്കുന്നത്. ആരെ? ദൈവമാണ് സൗഖ്യമാക്കുന്നത്, ഞങ്ങളല്ല സൗഖ്യമാക്കുന്നത്, ദൈവമാണ് സൗഖ്യമാക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക, മെഡിസിനിൽ ആശ്രയിക്കാതിരിക്കുക. ഇത് വ്യത്യാസമുണ്ട്. മെഡിസിൻ ഉപയോഗിക്കാതിരിക്കുക എന്നല്ല, മെഡിസിനിൽ ആശ്രയിക്കാതിരിക്കുക എന്ന ദൈവം പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. നിങ്ങൾ മരുന്ന് കഴിച്ചതുകൊണ്ട് സൗഖ്യമായെന്ന് വിശ്വസിക്കാതെ മരുന്ന് കഴിക്കണം. അത്തിപ്പഴക്കട്ട നമ്മുടെ ഹിസ്കിയ രാജാവിന് കൊടുത്തതുപോലെ, തിമോത്തിയോസിന് വീഞ്ഞു കൊടുത്തതുപോലെ അല്ലേ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, പൗലോസിനെ പോലുള്ള ശുശ്രൂഷകനൊക്കെ അവിടെ നിന്നുകൊണ്ട് റൂമാൽ കൊടുത്താൽ സൗഖ്യമാകുന്ന ശുശ്രൂഷകനാണ് കേട്ടോ. ആ എഴുത്തിൻ്റെ അകത്ത് ഒറ്റ വാചകം എഴുതിയാൽ മതി, ദേ നീ സൗഖ്യമാകുന്നു, അന്നേരം ഹീലാകും. പക്ഷെ പറഞ്ഞു, അല്ല, ചില കാര്യങ്ങൾ ദൈവം തന്ന ബുദ്ധിയുണ്ട് കേട്ടോ, ദൈവം തന്ന ബുദ്ധിയുണ്ട്. ദൈവത്തെ പരീക്ഷിക്കരുത് മക്കളെ. അങ്ങനെയുണ്ട് വചനം കേട്ടോ. ദൈവത്തെ എന്ത് ചെയ്യരുത്? പരീക്ഷിക്കരുത്. പലപ്പോഴും നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുക. നമ്മുടെ മുമ്പിൽ ദൈവം ചെസ്റ്റ് ഇൻഫെക്ഷനുള്ള അമോക്സിസിലിൻ വെച്ചിരിക്കുന്നു. പെൻസിലിൻ നൊട്ടോറ്റം എന്ന് പറയുന്ന ആ ജീവിയുടെ ശരീരത്തിൽ നിന്ന് സെക്രീഷൻ കൊണ്ടുണ്ടാക്കിയ മരുന്ന് അവിടെ വെച്ചിരിക്കുന്നു. നാച്ചുറലാണ് കേട്ടോ. അപ്പം നമുക്ക് അമോക്സിസിലിൻ കയ്യിലുണ്ട്, ഡോക്ടർ എഴുതി തന്നു, മെഡിക്കൽ സ്റ്റോറുകാരൻ തന്നു. നമ്മൾ പറയുക, എനിക്കൊന്ന് നോക്കണം, അമോക്സിസിലിൻ ആണോ അതോ ദൈവത്തിനാണോ ശക്തി? അപ്പോൾ ദൈവം എന്താ പറയുന്നതെന്നറിയാമോ? മക്കളെ, എന്നെ പരീക്ഷിക്കരുത്. പലപ്പോഴും നാം ദൈവത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ഞാൻ തെളിയിക്കാം, ഇത് ദൈവത്തെ പരീക്ഷിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അവൈലബിൾ ആക്കി നൽകിയിട്ട് എനിക്കിത് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ ദൈവം പറയുന്നു, എന്നെ നീ പരീക്ഷിക്കുക.
നിങ്ങളുടെ മുമ്പിൽ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം ഇരിപ്പുണ്ട്. നിങ്ങൾ പറയും ഞാൻ വെള്ളം കുടിക്കത്തില്ല കേട്ടോ. കർത്താവിൻ്റെ ദാഹം അത്ഭുതകരമായി മാറ്റിത്തരണം. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദാഹം വാനീഷാകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ദാഹം മാറുന്നു. ഞാൻ പറയുന്നു, കണ്ടോ, വെള്ളത്തിൽ ഞാൻ ആശ്രയിച്ചില്ല. ഇതുപോലെ തന്നെ നാം കാണിക്കുന്ന ഒരു മണ്ടത്തരം ദൈവത്തെ പരീക്ഷിക്കുന്നതാണ്. ദൈവം അവൈലബിൾ ആക്കി തന്നിട്ടുള്ള മെഡിസിൻ മുമ്പിലിരിക്കുമ്പോൾ അത് വേണ്ട, എനിക്കൊന്ന് നോക്കണം കർത്താവിൻ്റെ ശക്തി എന്ന് പറഞ്ഞ് ദൈവത്തെ പരീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് പലരും അങ്ങനെ വാശി പിടിക്കുമ്പോൾ ഫെയിലാകുന്നത്. നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടാലും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ, പരീക്ഷിക്കുകയല്ല, ആശ്രയിക്കുകയാണെങ്കിൽ, ഹീസ് റെഡി ടു ഹീൽ യു. നിങ്ങളെ സൗഖ്യമാക്കുവാൻ അവിടുന്ന് വിശ്വസ്തനാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, വചനത്തിൽ നിന്ന് എക്സാമ്പിൾ പറഞ്ഞു തരാം. സാത്താൻ യേശുവിനെ എങ്ങനെ പരീക്ഷിച്ചത്? പല പരീക്ഷണമുണ്ട്. കല്ലപ്പമായി തീരാൻ പറഞ്ഞു, പിന്നെ ഗോപുരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ചാടാൻ പറഞ്ഞു. ഈ സന്ദർഭങ്ങളിലെല്ലാം സാത്താൻ ഉപയോഗിച്ചത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തെ മിസ്കോട്ട് ചെയ്യും സാത്താൻ, തെറ്റിദ്ധാരണയോടുകൂടി ഉപയോഗിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മുതൽ പിശാചിൻ്റെ പദ്ധതിയാണ്, പിശാചിൻ്റെ തന്ത്രമാണ് വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുക. അങ്ങനല്ലേ ആദമിനെ ഹവ്വയെ എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത്? ദൈവം പറഞ്ഞു, ഈ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്. ഹവ്വയോട് സാത്താൻ വന്നിട്ട്, അല്ലെങ്കിൽ പാമ്പിലൂടെ സംസാരിക്കുകയാണ്, ദൈവം വാസ്തവമായി അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? കൺഫ്യൂഷൻ ഇടുക. ഇങ്ങനെയാണ് വേദപുസ്തക വചനങ്ങളെ മിസ് കോട്ട് ചെയ്ത്, ട്വിസ്റ്റ് ചെയ്ത്, ദുർവ്യാഖ്യാനം ചെയ്ത് സാത്താൻ ഉപയോഗിക്കുന്നത്. അപ്പം ഹവ്വയ്ക്ക് സംശയമായി, വാസ്തവമായിട്ട് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പം ഹവ്വ ഒരു സ്റ്റെപ്പോടെ മുന്നോട്ട് കയറി പറഞ്ഞു. എന്ത് പറഞ്ഞെന്നറിയാം? നോക്കുക പോലും അരുതെന്ന് പറഞ്ഞു. ഞാൻ വേദപുസ്തകത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ദൈവം പറഞ്ഞത് തിന്നരുത്. ഹവ്വ ഓർത്ത്, അയ്യോ സ്വല്പം സ്ട്രിക്റ്റ് ആകണം. അതുകൊണ്ട് ഹവ്വ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, നോക്കുപോലും അരുത്. അപ്പം സ്വല്പം എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞപ്പോൾ പിശാചിൻ്റെ കൈ കിട്ടി. കാരണം ദൈവത്തിൻ്റെ വചനത്തോട് എന്തു കൂട്ടിയാലും പിശാചിൻ്റെ കയ്യിൽ നീ ഒരു ടൂളായി മാറും, നീ ഒരു ഉപകരണമായി മാറും. മറന്നു പോകരുത്. അങ്ങനെയാണ് പിശാച് ഹവ്വയെ വീഴ്ത്തിയത്. വചനത്തെ ട്വിസ്റ്റ് ചെയ്തു, വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്തു. ഇതാ സാത്താൻ ചെയ്യുന്നത്. യേശുവിനെ പരീക്ഷിച്ചത് അങ്ങനെ. അടുത്ത പരീക്ഷ ഗോപുരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, യഹോവയുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്തെഴുതിയിട്ടുണ്ട്? നീ നിന്റെ കാൽ കല്ലിന്മേൽ തട്ടിപ്പോകാതെ അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് പറഞ്ഞാൽ നീ മേളിൽ നിന്ന് ചാടിയാലും കുഴപ്പം വരത്തില്ല. വചനമുണ്ട്. എന്താ വചനം? കാല് കല്ലിന്മേൽ തട്ടിപ്പോകത്തില്ല. അതുകൊണ്ടൊന്ന് ചാടി നോക്കിക്കേ. ഏതാ വചനം? 91 സങ്കീർത്തനം അല്ലേ? എൻ്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ വേണം അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പിശാച് സങ്കീർത്തനം കോട്ട് ചെയ്താ പറഞ്ഞത് കേട്ടോ, യേശുവിൻ്റെ അടുക്കല്ലേ. അപ്പോൾ യേശുവിന് ഈ അടവൊക്കെ അറിയാം. യേശുവിനറിയാം ഇവൻ വചനത്തെ വളച്ചൊടിക്കുകയാണ്. അപ്പോൾ യേശുവിന് മനസ്സിലായി, ഞാൻ ഈ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ഇപ്പം ചാടിയാൽ, അതായത് വചനമുണ്ടല്ലോ. എന്ത് വചനമുണ്ട്? നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകത്തില്ല. ആ വചനം മുറുകെ പിടിച്ച് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചാടിയാൽ അതെൻ്റെ ദൈവത്തെ പരീക്ഷിക്കുക പാടില്ല. അടുത്ത വാചകം കർത്താവ്, യേശു കർത്താവ് പിശാചിനോട് മറുപടി പറഞ്ഞു, എടാ സാത്താനെ, ഇങ്ങനെയും വചനമുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ വിശ്വാസം അങ്ങ് കൂടിയിട്ട് നോക്കട്ട് കർത്താവ് എന്നെ സൗഖ്യമാക്കുമോ എന്ന് പറഞ്ഞ് പരീക്ഷിക്കാനുള്ള പരിപാടി സാത്താൻ ഇടുന്നതാണ്. അങ്ങനെ പരീക്ഷിക്കരുത്. വെള്ളം കുടിക്കാനുണ്ടെങ്കിൽ വെള്ളമെടുത്ത് കുടിക്കുക. അല്ലാതെ ഈ വെള്ളം ഞാൻ കുടിക്കത്തില്ല, ദൈവം എൻ്റെ ദാഹം മാറ്റിത്തരട്ടെ എന്ന് പറയുന്നത് ദൈവത്തെ പരീക്ഷിക്കുകയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കില്ല. അനേകർ ഇന്ന് മെഡിസിൻ ഉപയോഗിക്കാതെ ദൈവത്തെ പരീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? സാത്താന് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടല്ലേ സെയിൻസ് എന്ന് പറഞ്ഞ ആ ചർച്ച് ഗ്രൂപ്പിലെ ആ കൊച്ചു പെൺകുട്ടി, 8 വയസ്സുകാരി പെൺകുട്ടിയുടെ ജീവിതം നഷ്ടപ്പെട്ടത് നിങ്ങൾക്കറിയാമോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വലിയ അപവാദമായി വരുന്നത്, ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് നമുക്ക് ചുറ്റും നമ്മൾ കാണുകയല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്താ പഠിപ്പിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തെ എന്ത് ചെയ്യരുത്? പരീക്ഷിക്കരുത്. എനിക്കറിയാം ഒത്തിരി സമയങ്ങൾ മുന്നോട്ട് ഓടി പോകുന്നു. നീ കുറേ കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരാനുണ്ട്. ദൈവത്തെ പരീക്ഷിക്കരുത്. വണ്ടി ഓടിക്കുന്ന ആൾ വണ്ടിയെ കയറി ഇരുന്നിട്ട് ഇവിടെ, കർത്താവെ, ഞാൻ വണ്ടിയുടെ സ്റ്റിയറിംഗ് നിൻ്റെ കയ്യിലോട്ട് തരിക. നീ സകലത്തിനും പ്രാപ്തനാണ്, കഴിവുള്ളവരാണ്, നിന്നാൽ അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ ഇച്ചിരി നേരം ഉറങ്ങാൻ പോകട്ടെ, നീ വണ്ടി ഓടിച്ചു. ഞാൻ ബ്രേക്ക് ഓട്ടത്തില്ല, ഞാൻ സ്റ്റിയറിംഗ് പിടിക്കത്തില്ല, നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. ദൈവം ശക്തനല്ലേ? പക്ഷേ എവിടെയെങ്കിലും പോയി കുഴിയിൽ പോയി ചാടും. കാരണം എന്താ? ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് പിടിക്കണം, ബ്രേക്ക് പിടിക്കേണ്ടത് എപ്പോഴാണ്.
നമ്മൾ ചെയ്യേണ്ട ജോലി ദൈവത്തെ ഏൽപ്പിക്കുന്നത് ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഒരിക്കലും എൻ്റെ പൊന്നു ദൈവമക്കളെ ദൈവത്തെ പരീക്ഷിക്കരുത്. ഇത് മെയിൻ സ്ട്രീം പെന്റിക്കോസ്റ്റൽ ചർച്ചകൾ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ ഗ്രഹിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. വളരെ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലരൊക്കെ ഈ മെഡിസിൻ ഉപയോഗിക്കരുത് എന്നതിന് വേദപുസ്തകത്തിൽ നിന്ന് പറയുന്നൊരു വാക്യം ആസ എന്ന് പറയുന്ന രാജാവിൻ്റെ ചരിത്രമാണ്. വാക്യം ഇതാണ്: ആസ തൻ്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ച് ദീനം അതികഠിനമായി. കാലിൽ വന്ന ദീനം അർബുദമായിരുന്നെന്നാണ് പറയുന്നത് കേട്ടോ, ക്യാൻസർ ആയിരുന്നെന്നാണ് പറയുന്നത്. എന്നാൽ അവൻ തൻ്റെ ദീനത്തിൽ യഹോവയെ അല്ല വൈദ്യന്മാരെ അത്രേ അന്വേഷിച്ചത്. ഈ വാക്യം എടുത്തിട്ട് ആളുകൾ പറഞ്ഞു, കണ്ടോ ആസ വൈദ്യന്മാരെ അന്വേഷിച്ചത് കൊണ്ട് അവൻ മരിച്ചു. അങ്ങനാണോ? ഈ വാക്യം വായിച്ചാൽ പെട്ടെന്ന് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. യഹോവയല്ല വൈദ്യന്മാരെ അന്വേഷിച്ചു, അത് അവൻ്റെ തെറ്റായിപ്പോയി, അതുകൊണ്ട് അവൻ മരിച്ചു. യഹോവയല്ല വൈദ്യന്മാരെ അന്വേഷിച്ചുകൊണ്ട് മരിച്ചു. ഇത് കാണിച്ചിട്ട് ആളുകൾ പറയുന്നു ഇത് വൈദ്യന്മാരെ കാണുന്നവർക്ക് ഒരു മുന്നറിയിപ്പാണ്. ആസ മരിച്ചത് ഡോക്ടർമാർ അറബി പോയതുകൊണ്ട്. ഇതാ പ്രശ്നം. വേദപുസ്തകത്തിലെ വാക്യങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഉപയോഗിക്കരുത്. ഇതെന്താണെന്ന് അറിയണമെങ്കിൽ ആസയാരാ, ആസയുടെ സ്വഭാവം എന്താ, ആസയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ, അതെല്ലാം അങ്ങോട്ട് പഠിക്കണം. ഒന്ന് പഠിപ്പിക്കട്ടെ, കേൾക്കാൻ റെഡിയാണല്ലോ. അപ്പോൾ അതിനകത്ത് പറയുന്നത് ആസയ്ക്ക് 39-ാം ആണ്ടിലാണ് രോഗം പിടിച്ചത്. മരിച്ചത് എപ്പോഴാണ്? മരിച്ചത് 13-ാമത്തെ വാക്യം, അതായത് 2 ക്രോണിക്കിൾസ് 2 ദിനവൃത്താന്തം 16-ാമത്തെ അധ്യായമാണെന്ന് എനിക്ക് തോന്നുന്നല്ലേ. 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. ആസ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു, തൻ്റെ വാഴ്ചയുടെ 41-ാം ആണ്ടിൽ മരിച്ചു. 39-ാം ആണ്ടിൽ രോഗം പിടിച്ചു. 39, 40, 41 2-3 വർഷം അവൻ രോഗിയായി കിടന്നു. ഒരു ദിവസം കൊണ്ടൊന്നുമല്ല മരിച്ചു കേട്ടോ. ഇനി ഇതെന്തുകൊണ്ടാണെന്ന് കേൾക്കണം. എന്തുകൊണ്ടാണ് ഇവൻ 2-3 വർഷം രോഗിയായി കിടന്നത്? എന്തുകൊണ്ടാണ് അവൻ ദൈവത്തിൽ ആശ്രയിക്കാഞ്ഞത്? 3 വർഷം രോഗിയായി കിടന്നിട്ടും ഒരു പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ നമ്മുടെ നാടൻ ഭാഷയിൽ ആസയ്ക്ക് തോന്നിയില്ലെന്ന് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ? അയ്യോ, ആസയ്ക്ക് ഒരു ചെറിയ വയറ്റിന് അസുഖം വന്നു, അവൻ ദൈവത്തെ ആശ്രയിക്കാത്തതുകൊണ്ട് അന്ന് വൈകിട്ട് അവൻ മരിച്ചുപോയി. നല്ല ഈ വചനം പഠിക്കണം, ദിവസം നന്നായി പഠിക്കണം. 3 വർഷങ്ങൾ, 2 വർഷങ്ങൾ അല്ലെ 2.5, 3 വർഷങ്ങൾ, 39-ാം ആണ്ട് മുതൽ 41-ാമത്തെ വർഷം വരെ ഡോക്ടർമാർ കണഞ്ഞ് ശ്രമിച്ചിട്ടും ആസയെ രക്ഷിക്കാൻ പറ്റിയില്ല. അത് ദൈവത്തിൻ്റെ ഒരു ചലഞ്ചായിരുന്നു. എന്താ കാരണം എന്നറിയാം? മുകളിലത്തെ വാക്യങ്ങൾ വായിക്കുക, ആസ ആരാണെന്ന് പഠിക്കുക. ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ, പകുതിക്ക് ഇട്ടിട്ട് പോകത്തില്ല. ആസയുടെ ചരിത്രം. ആസ യഹൂദിയുടെ രാജാവാണ്. യഹൂദിയുടെ രാജാവെന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ പരമ്പരയിൽ ജനിച്ച രാജാവാണ്. യഹോശാഫാത്ത് രാജാവിൻ്റെ അപ്പനാണ്. ആസ ഏറ്റവും മോശപ്പെട്ട രാജാവായിരുന്നു. ആ കുടുംബത്തിലാണ് യഹോശാഫാത്ത് എന്ന് പറഞ്ഞ നല്ല ഒരു മോനുണ്ടായത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ വചനം വെച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യമാണ്. മോശപ്പെട്ട അപ്പന്മാരുള്ള കുടുംബത്തിലും നല്ല മക്കളുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം ഈ യഹോശാഫാത്തിനെ വളർത്തിയത് അവൻ്റെ അമ്മയാണ്. അപ്പോൾ അന്നത്തെ രാജാക്കന്മാരുടെ റാണിമാർക്ക് അവരുടെ മക്കളുടെ മേലുണ്ടായിരുന്ന സ്വാധീനം, ആ സ്വാധീനം കൊണ്ട് അപ്പൻ്റെ വഴിയിൽ പോകാതെ അവൻ തൻ്റെ വല്യപ്പച്ചനാകുന്ന ദാവീദിൻ്റെ വഴിയിൽ നടന്നു. ആരെ? യഹോശാഫാത്ത്. അപ്പം ആസയുടെ ചരിത്രം എന്താ? ആസ യഹൂദ രാജകുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും, ദാവീദിൻ്റെ പരമ്പരയിലാണ് ജനിച്ചതെങ്കിലും അവന് ദൈവത്തിൻ്റെ വഴിയിൽ നടന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഇസ്രായേൽ, അതായത് നിങ്ങൾക്കറിയാമല്ലോ, ഇസ്രായേലും 2ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ട ശേഷം വടക്കൻ രാജ്യം, വലിയ രാജ്യത്തെ ഇസ്രായേൽ അല്ലെങ്കിൽ എഫ്രീം എന്ന പേരിലൊക്കെ ആയിരുന്നു അറിയപ്പെട്ടിരുന്നത്. വടക്കൻ രാജ്യം, നോർത്തേൺ കിങ്ഡം. തെക്ക് ഭാഗത്തുള്ള ചെറിയ രാജ്യത്തെ ജുഡയ അല്ലെങ്കിൽ യഹൂദ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് രണ്ടും ഇസ്രായേലാണ്, പക്ഷേ ഡിവൈഡ് ചെയ്ത് 2 രാജ്യമായി പോയി. ചരിത്രം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ രണ്ടും ചേട്ടനും അനിയനുമാണ്. എഫ്രീമും താഴെ യഹൂദിയും. താഴത്തെ ചെറിയ രാജ്യത്തിൻ്റെ മെയിൻ ഗോത്രമാണ് യഹൂദ, ദാവീദിൻ്റെ രാജ്യം, ദാവീദിൻ്റെ കൊച്ചുമക്കളുടെ രാജ്യം. ശലോമോൻ്റെ മകനായ യെരോബിയാമിൻ്റെ കാലത്താണ്, ശലോമോൻ്റെ മകനാകുന്ന രഹബയാമിൻ്റെ കാലത്താണ് ഇത് ഡിവൈഡഡ് ആയത്. യെരോബിയാം എന്ന് പറയുന്ന ആ ഒരു സേവകൻ ആണ്
നോർത്തേൺ കിങ്ഡത്തിൻ്റെ രാജാവായത്, എഫ്രീമിൻ്റെ രാജാവായത്. ഇതൊക്കെയാണ് ചരിത്രം. അപ്പോൾ ഇത് രണ്ടും ചേട്ടന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ മക്കളാണ്, മേളിലും താഴെയുമുള്ളത് ദൈവത്തിൻ്റെ മക്കളാണ്. ഇസ്രായേൽ രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? ഇസ്രായേൽ രാജാവ് യഹൂദിക്കെതിരെ യുദ്ധത്തിന് വന്നു എന്ന് പറഞ്ഞാൽ ചേട്ടനും അനിയനും തമ്മിൽ വഴക്കുണ്ടായി. ഇതാ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു കുടുംബക്കാർ തമ്മിലുള്ള അടിയാണ്, ദൈവത്തിൻ്റെ മക്കൾ തമ്മിലുള്ള അടി. ഈ ദിവസങ്ങളിൽ എതിർ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടില്ലേ, അതൊക്കെ ഇതിനകത്തുനിന്ന് ഉദാഹരണം എടുക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് ഈ ഇസ്രായേൽ രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? ബയേഷ യഹൂദയ്ക്ക് നേരെ വന്ന് യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ വലത്തുപോക്കിന് ആരെയും സമ്മതിക്കാതെ വണ്ണം രാമയെ പണിത് ഉറപ്പിച്ചു. എന്ന് പറഞ്ഞാൽ യഹൂദിയയിലേക്ക് വരാൻ വേണ്ടി, ഇസ്രായേൽ ദേശത്തു നിന്ന് വരാൻ വേണ്ടിയുള്ള വഴി രാമയിൽ കൂടിയാണ്. അപ്പോൾ ഈ രാമയിൽ വലിയ കോട്ടയങ്ങ് പണിതു. ആരെ? ബയേഷ. എന്തിന്? യഹൂദ രാജ്യത്തെക്കാരും വരാതിരിക്കാൻ, വലത്തു പോക്കിന് ആരെയും സമ്മതിക്കാതിരിക്കാൻ. എന്താ കാരണം? ഇതിനൊരു സ്പിരിച്വൽ റീസൺ ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്. സ്പിരിച്വൽ റീസൺ, യഹൂദ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റലാകുന്ന ജെറുസലേമിലാണ് യഹൂദന്മാരുടെ ആലയമുള്ളത്, ദേവാലയമുള്ളത്. അപ്പോൾ എല്ലാ വർഷവും ഈ ആലയത്തിൽ ഉത്സവത്തിന് വരണം, അല്ലേ? യഹൂദന്മാരുടെ ഉത്സവങ്ങൾക്ക് എല്ലാ യഹൂദന്മാരും വരണം. ഇസ്രായേൽ രാജ്യത്തുള്ള യഹൂദന്മാരും യഹൂദിയ എന്ന് പറയുന്ന ചെറിയ രാജ്യത്ത് വരണം, ജെറുസലേമിൽ വരണം. പക്ഷേ ഈ നോർത്തേൺ കിങ്ഡം, ഇസ്രായേലിലെ രാജാക്കന്മാർക്ക് അത് ഇഷ്ടമല്ല. കാരണം അവർ ഈ ആലയത്തിൽ ഉത്സവത്തിന് വരുമ്പോൾ യഹൂദ രാജാവ് എങ്ങനെയെങ്കിലും ഇവരെ സ്വാധീനിക്കുമോ? കാരണം സ്പിരിച്വൽ ഹെഡ് ജെറുസലേമാണ്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തെന്നറിയാമോ? ഇവർ ഇസ്രായേലിലുള്ള ആളുകളെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കാതെ വഴി അടച്ചു, പ്രാർത്ഥനയ്ക്ക് പോകാതെ വഴി അടച്ചു, ആരാധനയ്ക്ക് പോകാതെ വഴി അടച്ചു. ആരെ? ഇസ്രായേൽ രാജാവ്. ഇതൊക്കെ ഇന്ന് കാലത്തും പലയിടത്തും നടക്കുന്ന സംഭവങ്ങളാണ്. അതിൻ്റെ ഒരു വേദപുസ്തക ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത്. ആരാധനയ്ക്കുള്ള വഴി അടച്ചു. അങ്ങനെ വന്നപ്പോൾ ആസ എന്ത് ചെയ്തെന്നറിയാം? അപ്പോൾ ആസ യഹോവയുടെ ആലയത്തിലെയും രാജധാനിയിലെയും ഭണ്ഡാരങ്ങളിൽ നിന്ന് വെള്ളിയും പൊന്നുമെടുത്ത് ദമ്മശ്ശേക്കിൽ വസിച്ച അരാം രാജാവായ ബെൻ ഹദദിന് കൊടുത്തയച്ചു. നോക്കണേ, ചേട്ടനും വഴക്കുണ്ടായപ്പോൾ ആസ അരാമിൻ്റെ രാജാവിന് കൊണ്ടിട്ട് പൊന്നും വെള്ളിയും എല്ലാം കൊടുത്തു. ഇവിടുത്തെ ആലയത്തിലെ പൊന്നു കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കും നിനക്കും എൻ്റെ അപ്പനും നിൻ്റെ അപ്പനും തമ്മിൽ സഖ്യതയുണ്ടല്ലോ. ഇതാ ഞാൻ നിനക്ക് വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബയാഷ എന്നെ വിട്ടുപോകേണ്ടതിന് നീ ചെന്ന് അവനോട് നിൻ്റെ സഖ്യത ത്യജിക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് സഹായിക്കണം, ഈ പൊന്നും വെള്ളിയും സ്വീകരിച്ച് എൻ്റെ ചേട്ടനപ്പുറത്ത് വഴക്കുണ്ടാക്കുന്ന കേട്ടോ, അവനെ ഒന്ന് ഉപദ്രവിക്കണം. എതിർ പ്രാർത്ഥനയാണ് നമ്മുടെ ഭാഷയിൽ. മറ്റേ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ചേട്ടൻ ഇനി തമ്മിൽ ഇങ്ങനെയാണോ ഡീൽ ചെയ്യേണ്ടത്? ഒരു കുടുംബക്കാർ രണ്ടും ഒരേ ദൈവത്തെ ആരാധിക്കുന്നവർ ഇങ്ങനെയാണോ ഡീൽ ചെയ്യേണ്ടത്? അല്ല. ആസയുടെ സ്വഭാവം ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ ഈ പൊക്കിക്കൊണ്ട് പറയത്തില്ലേ, ഈ ആസ ദൈവത്തിൽ ആശ്രയിച്ചില്ല എന്നുള്ളത് കൊണ്ട് അവൻ മരിച്ചത്, അല്ലെങ്കിൽ വൈദ്യന്മാരിൽ ആശ്രയിച്ചുകൊണ്ട് മരിച്ചു. അങ്ങനൊന്നും അല്ല സംഭവം. ഈ അധ്യായം മുഴുവൻ വായിക്കണം, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ദൈവവചനം പഠിക്കണം. ആസ ഇസ്രായേലിൻ്റെ യഹൂദിയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട രാജാക്കന്മാരിൽ ഒരാളാണ്. ആസ കാണിച്ച ക്രിയകളാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ബെൻഹദദ് ചെന്നിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ബയാഷ തിരിച്ചുപോയി. ഈ രാമ പണിയുന്നത് നിർത്തിയിട്ട് തിരിച്ചുപോയി. ബയാഷ അത് കേട്ടപ്പോൾ രാമയെ പണിയുന്നത് തൻ്റെ പ്രവൃത്തി നിർത്തിവെച്ചു. 6-ാം വാക്യം. അപ്പോൾ ആസ രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? യഹൂദിയരെ ഒക്കെയും കൂട്ടി ബയാഷ പണിത രാമയുടെ കല്ലും മരവും എടുത്തു കൊണ്ടുപോയി അവൻ അവ കൊണ്ട് ഗേബയും മിസ്പയും പണിത് ഉറപ്പിച്ചു. അതെല്ലാം ഒട്ടിച്ചുകൊണ്ട് വന്ന് ഇവിടെ പണിതെന്ന്. അതിരുമാന്തി, നമ്മുടെ ഭാഷയിൽ അതിരുമാന്തി, സാധനം ഇല്ലെങ്കിൽ കൊണ്ടുവന്നു. എന്ത് ചെയ്യാൻ? അടുത്ത വാക്യങ്ങൾ. അക്കാലത്ത് ദർശകനായ ഹനാനി യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ വന്നു. ഒരു പ്രവാചകൻ വന്നു. എന്നിട്ട് ഇനി പ്രവചിച്ച പ്രവചനങ്ങൾ കേൾക്കണം കേട്ടോ. അവനോട് പറഞ്ഞത്, നീ നിൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ അരാം രാജാവിൽ ആശ്രയിക്കൊണ്ട് അരാം രാജാവിൻ്റെ സൈന്യം നിൻ്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. നീ ചെയ്തത് ഭയങ്കര കടുങ്കയ്യാ. നീ ശത്രുവിനെ പോയി ആശ്രയിച്ചു, ദൈവത്തിൽ ആശ്രയിക്കാതെ. നിൻ്റെ സഹോദരനുമായിട്ടാണ് തല്ലിട്ടത്. പക്ഷേ നമ്മുടെ ഭാഷയിൽ, നമ്മുടെ ആത്മീയ ഭാഷയിൽ, സഭയ്ക്കകത്ത് 2 സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടായപ്പോൾ എതിർ പ്രാർത്ഥിച്ച് സാത്താൻ്റെ കയ്യിൽ നമ്മുടെ സഹോദരനെ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്യുന്ന വീഡിയോയ്ക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ വചനങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. അതുകൂടെ അങ്ങ് ചേർത്തങ്ങ് പറയുക. മരുന്ന് മാത്രമല്ല, അതുകൂടെ അങ്ങ് ചേർത്ത് പറയുക. നീ എന്ത് ചെയ്തു? നീ അരാമിനെ പോയി ആശ്രയിച്ചു. അതുകൊണ്ട് അടുത്ത വാചകത്തിൽ കർത്താവ് ചോദിക്കുക, അരാം രാജാവ് നിൻ്റെ മുമ്പിൽ കീഴടങ്ങേണ്ട ശത്രു നിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. നിനക്കിനി അവനെ ശാസിക്കാനും ബത്സിക്കാനും ഒക്കത്തില്ല. നീ തോറ്റു, നീ ദൈവത്തിൽ ആശ്രയിക്കാത്തത് കൊണ്ട്. അടുത്ത ചോദ്യം ചോദിക്കുന്നത്,
നീ പണ്ട് കൂശ്യരും ലുബ്യരുമായ അനവധി രഥങ്ങളോടും കുതിരച്ചെവകരോടും കൂടിയ ഒരു മഹാസൈന്യം വന്നില്ലേ? അന്ന് നീ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ടാണ് നീ അവരെ ജയിച്ചത്. പക്ഷെ ഇന്ന് നീ ദൈവത്തിൽ ആശ്രയിച്ചില്ല. പണ്ടിവൻ ദൈവത്തിൽ ആശ്രയിച്ച ഒരു സംഭവം പറഞ്ഞിട്ട് പറയുക, അന്ന് വലിയ സൈന്യം വന്നപ്പോഴും നീ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജയിച്ചു. പക്ഷെ ഈ പ്രാവശ്യം നീ ചെയ്തത് തെറ്റാ. നീ യഹോവയിൽ ആശ്രയിച്ചില്ല. ഈ വിഷയത്തിൽ ദൈവത്തിലായിരുന്നു ആശ്രയിക്കേണ്ടത്. ഇനി വളരെ പ്രസിദ്ധമായ വാക്യം, 9-ാമത്തെ വാക്യം, നമ്മളൊക്കെ ഇടയ്ക്ക് പറയുന്ന വാക്യമാണ്. 2 ദിനവൃത്താന്തം 16:9. യഹോവയുടെ കണ്ണ് തകലേകാകര ചിത്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ഇനി നിനക്ക് യുദ്ധങ്ങളുണ്ടാകും. ദൈവവചനം, ദൈവാത്മാവ് പറയുക കേട്ടോ, ആസയെ നീ രക്ഷപ്പെടത്തില്ലടാ. കാരണം നീ ചെയ്ത ക്രിയകൾ, നിന്റെ സഹോദരനെതിരെ നീ എന്ത് ചെയ്തു? ശത്രുവിനെ ഇളക്കി വിട്ടു. അതും ആലയത്തിലെ പൊന്നെടുത്തു കൊടുത്തിട്ട് നിന്റെ സഹോദരനെതിരെ വലിയ കടുങ്കയ്യാണ് ചെയ്തത് കേട്ടോ. ഇതിനൊക്കെ പറയാൻ ഒത്തിരി സ്പിരിച്വൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾ തന്നെ അങ്ങ് ദൂതമായിട്ട് എടുത്തു. എനിക്കറിയാവുന്ന സംഭവങ്ങളുണ്ട്. ഞാൻ ഒറ്റ വാചകത്തിൽ പറയാം. സ്വത്രാഴ്ച ദശാംശം കിട്ടുന്ന പൈസ എടുത്ത് സഹോദരന്മാർക്കെതിരെ കേസ് പറയാൻ പോയാൽ ആലയത്തിൽ അർപ്പിച്ച ദശാംശം ചർച്ച അക്കൗണ്ടിൽ കിടക്കുന്ന എടുത്ത് ഇപ്പം എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇപ്പം കേസ് പറച്ചില്ല. ആർക്കെതിരെ കേസ് പറയുന്നത്? കൂട്ടു സഹോദരന്മാർക്കെതിരെ. ഇത് ഈ ആസ ചെയ്ത പരിപാടിയാണ്. ആലയത്തിലെ പൊന്നെടുത്തിട്ട് അരാം സൈന്യത്തിന് കൊടുത്തു. ആർക്ക് വേണ്ടി? ചേട്ടനെ ആക്രമിക്കാൻ വേണ്ടി. ദൈവം വിടുമോ? എതിർ പ്രാർത്ഥനകൾ നമ്മുടെ ഇടയിൽ വരുത്തി വെക്കുന്ന ഒത്തിരി ശാപങ്ങളുണ്ട്. വലിയ ആത്മീക സങ്കടത്തോടെ, ഒരു ആത്മീക രോഷത്തോടെ എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ പറയുക, ഇന്ന് നമ്മുടെ സമൂഹം ഇതിൽ നിന്നൊക്കെ പുറത്തു വന്നേ മതിയായുള്ളൂ. സബ്ജക്റ്റ് അതല്ല, എനിക്കറിയാം, മരുന്നാണ്. അപ്പോൾ തുടർന്ന് വായിക്കാം. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഇനി ആസയുടെ മരണം പഠിക്കാൻ കേട്ടോ. യഹോവയിൽ ഏകാഗ്ര ചിത്തനായി ആസ നിന്നിരുന്നെങ്കിൽ ആസയ്ക്ക് സൗഖ്യമാകുമായിരുന്നു. പക്ഷെ ആസയുടെ പ്രശ്നം, ഇത്രയുമൊക്കെ ദൈവശബ്ദം കേട്ടിട്ടും ആസ ദൈവത്തിലേക്ക് തിരിഞ്ഞില്ല. ഭോഷത്വം പ്രവർത്തിച്ചു. ഇനി നിനക്ക് യുദ്ധങ്ങളുണ്ടാകും. അപ്പോൾ ഇത് കേട്ടിട്ട് ഈ ഹനാനി എന്ന് പറയുന്ന പ്രവാചകനെ, അല്ലെ, പാവം പിടിച്ച പ്രവാചകൻ, ആസ ദൈവദാസനെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം എന്ന് കർത്താവിനോട്. അങ്ങനെയാണോ ആസ പറഞ്ഞത്? അല്ല കേട്ടോ. നിങ്ങൾ ആ മനുഷ്യൻ്റെ സ്വഭാവം നോക്കുക. ഏതെങ്കിലും വേദോസത്തിൽ വാക്യം കോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് ആര് പറഞ്ഞു, എന്തിനു പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, ഇങ്ങനെ സാഹചര്യത്തിൽ നിന്ന് അടർത്തിയെടുത്ത് വേദപുസ്തകത്തെ കോട്ട് ചെയ്യരുത്. ദൈവത്തിൻ്റെ വചനമാണ്. നമുക്ക് കളിക്കാനുള്ള സാധനമല്ല, നമുക്കിഷ്ടം പോലെ വ്യാഖ്യാനിക്കാനുള്ള സാധനമല്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആസ ദർശകനോട് ക്രുദ്ധിച്ചു, അവനെ കാരാഗ്രഹത്തിൽ അടക്കി. ഓ മൈ ഗോഡ്, ശ്രദ്ധിക്കണമേ, പ്രവാചകനെ പിടിച്ച് ജയിലിലിട്ട്. ആരായി ആസ? നിങ്ങൾ ഇനിയും പറ, ആസ മരിച്ചത് മെഡിസിൻ കഴിച്ചുകൊണ്ടാണോ? വൈദ്യന്മാരിൽ ആശ്രയിച്ചുകൊണ്ടാണോ? അല്ല ദൈവമക്കളെ. ആസയോട് പ്രവാചകൻ പറഞ്ഞു, ഇനിയും നിനക്ക് യുദ്ധങ്ങളുണ്ടാകും. അവനെ കാരാഗ്രഹത്തിലാക്കി. ഈ കാര്യം നിമിത്തം അവനോട് ഉഗ്രകോപമുണ്ടായിരുന്നു. ആ സമയത്ത് ആസ ജനത്തിൽ ചിലരെ പീഡിപ്പിച്ചു. അതുകൊണ്ട് തീർന്നില്ല. ആസയുടെ സ്വഭാവം നോക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് ദൈവം യഹോശാഫാത്ത് എന്ന് പറയുന്ന ആലയത്തിന് വേണ്ടി എരിവോട് നിന്ന ഒരു അഭിഷക്തനെ എഴുന്നേൽപ്പിച്ചത്. ഏത് മോശപ്പെട്ട കുടുംബത്തിൽ നിന്നും ദൈവത്തിന് പുതിയ തലമുറയെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. കർത്താവിന് വേണ്ടി വീറോട്, ഊരോട്, അഭിഷേകത്തോട് നിൽക്കുന്ന ഒരു തലമുറയെ കൊണ്ടുവരാൻ കഴിയും. അതിൻ്റെ തെളിവാണ് ആസയുടെ മോൻ യഹോശാഫാത്ത്. മടങ്ങി വരട്ടെ. അവൻ അനേകരെ പീഡിപ്പിച്ചു. ഇനി അടുത്ത വാക്യം, ആസയുടെ വൃത്താന്തങ്ങൾ ആദ്യാവസാനം യഹൂദിയയിലും ഇസ്രായേലിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നു. ആസയ്ക്ക് തൻ്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ കാലിന് ദീനം പിടിച്ചു. ദീനം അതികഠിനമായി തീർന്നു. എന്നാൽ അവൻ തൻ്റെ ദീനത്തിൽ യഹോവയല്ല വൈദ്യന്മാരെ അത്ര അന്വേഷിച്ചത്. എന്ന് പറഞ്ഞാൽ ഇത്രയും രോഗം പിടിച്ചിട്ടും 3 വർഷം കിടപ്പിലായിട്ടും ആ കാരാഗ്രഹത്തിൽ കിടന്ന പ്രവാചകനെ ഇറക്കിക്കൊണ്ടു വന്നില്ല കേട്ടോ. ഇത്രയുമായിട്ടും അവൻ പീഡിപ്പിച്ചവരോട് ക്ഷമ ചോദിച്ചില്ല. ഇത്രയുമായിട്ടും കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറയാൻ ആസയുടെ അഹങ്കാരം സമ്മതിച്ചില്ല. ആസ മരിച്ചത്, ദീനം സൗഖ്യമാകാതിരുന്നത് മെഡിസിൻ ഉപയോഗിക്കാത്തത് കൊണ്ടല്ല, അവൻ ദൈവത്തിൽ ആശ്രയിക്കാത്തത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തെ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ശേഷം ഇത്ര കഠിന വ്യഥയിലൂടെ പോയിട്ടും അവൻ ദൈവത്തിന് എന്നെ ഒന്ന് തൊടണമേ എന്ന് പറഞ്ഞ് ഒരവസരം കൊടുത്തില്ല. ഇനി മലയാളത്തിലാണ് നമ്മൾ ഈ വാക്യങ്ങൾ വായിച്ചത്. അതുകൊണ്ട് മലയാളത്തിൽ വായിച്ച വാക്യം വായിക്കുമ്പോൾ
ഈ വാക്യം അടർത്തിയെടുത്ത് പഠിപ്പിക്കുന്നവർ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ദൈവത്തിൽ ആശ്രയിക്കാത്തത് കൊണ്ട് വൈദ്യന്മാരിൽ ആശ്രയിച്ചുകൊണ്ട് മരിച്ചു. മലയാളം ഇംഗ്ലീഷ് വായിക്കാം കേട്ടോ. ഞാൻ ഒരു ട്രാൻസ്ലേഷൻ കൊണ്ട് വ്യാഖ്യാനം നടത്തത്തില്ല. കുറേ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട് കേട്ടോ. അതായത് 2 ദിനവൃത്താന്തം 16:12 കുറേ ട്രാൻസ്ലേഷൻസ്. ചിലർ ഒള്ളി KJV-കാരുണ്ട് കേട്ടോ. ഒള്ളി KJV-കാർ എന്ന് പറഞ്ഞാൽ KJV മാത്രമാണ് സത്യവചനം, ഓതറൈസ്ഡ് വേർഷൻ. അതിൻ്റെ ആദ്യം എഴുതിയിട്ടില്ല ഓതറൈസ്ഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ പൊന്നും മളവരെ നിങ്ങൾ ചിന്തിക്കില്ല സ്വർഗം ഓതറൈസ് ചെയ്തതെന്ന്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അന്നത്തെ രാജാവ് ഓതറൈസ് ചെയ്തതെന്ന് അതിൻ്റെ അർത്ഥം കേട്ടോ. അതിൻ്റെ അർത്ഥം അത് പൂർണ്ണമായി ശരിയാണെന്നല്ല. ഓൾഡ് KJV-യിൽ ഒത്തിരി തെറ്റുകൾ വന്നിട്ടുണ്ട്. അത് ഒത്തിരി തെറ്റുകൾ വന്നിട്ടുള്ള, അർത്ഥവ്യത്യാസങ്ങൾ വന്നിട്ടുള്ള ഒരു ട്രാൻസ്ലേഷനാണ്. മോഡേൺ ട്രാൻസ്ലേഷൻസ് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഒരു ട്രാൻസ്ലേഷൻ വെച്ച് പഠിക്കാതെ ഞാൻ ചെയ്യുന്നത് പല ട്രാൻസ്ലേഷൻ വെച്ച് കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒറിജിനൽ അർത്ഥങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് വേദപുസ്തകം പഠിക്കേണ്ടത് കേട്ടോ. ആരെങ്കിലും തെറ്റിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തത് നമ്മൾ അറിഞ്ഞ മലയാളത്തിൽ കയറിയിട്ട് നമ്മൾ അറിഞ്ഞത് വെച്ചുകൊണ്ട് വ്യാഖ്യാനിച്ച് കളയരുത്. അറിവുള്ളവരോട് ചോദിക്കണം. അത് അറിവുള്ളവർ ഇന്ന് ഒത്തിരി പേരുണ്ട്. ചിലർക്കൊക്കെ NIV ഇഷ്ടമല്ല, എന്നാലും ഞാൻ NIV-യിൽ നിന്ന് ഒന്ന് വായിക്കാം. ദോ ഹിസ് ഡിസീസ് വാസ് സിവിയർ, അവൻ്റെ അസുഖം അതികഠിനമായിട്ടും, ഈവൻ ഇൻ ഹിസ് ഇൽനെസ് ഹി ഡിഡ് നോട്ട് സീക്ക് ഹെൽപ്പ് ഫ്രം ദ ലോഡ്. അവൻ്റെ രോഗം അതികഠിനമായിട്ടും അവൻ്റെ ആ രോഗത്തിലും അവൻ ദൈവത്തിൽ നിന്ന് സഹായം ചോദിച്ചില്ല. ഇത് ആസ ചെയ്ത തെറ്റ്. ആരായാലും ഇത്രയും രോഗം വരുമ്പോൾ എൻ്റെ കർത്താവേ എന്നൊന്ന് വിളിച്ചില്ല. വാശിയായിരുന്നു കേട്ടോ. എന്താ വാശി? ഈ പ്രവാചകന്മാരൊക്കെ എനിക്കെതിരെ പ്രവചിച്ചില്ലേ, ഈ ദൈവത്തെ ഞാൻ പിൻപറ്റത്തില്ലെന്നുള്ളൊരു വാശിയായിരുന്നു. അപ്പം ആസ മരിച്ചത് എന്തുകൊണ്ടാണ്? ആസ മരിച്ചത് മെഡിസിൻ ഉപയോഗിച്ചത് കൊണ്ടല്ല. അവൻ വാശി പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വൈദ്യന്മാർക്ക് എന്നെ സൗഖ്യമാക്കാൻ പറ്റും കേട്ടോ, ഈ ദൈവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ആസ മരിച്ചത്. Though his disease was severe, even in his illness, he did not seek help from the Lord, but only from the physicians. അവൻ വൈദ്യന്മാരിൽ നിന്ന് മാത്രമാണ് മെഡിസിൻ സ്വീകരിച്ചത്, ദൈവത്തോട് സഹായം ചോദിച്ചില്ല. അർത്ഥം മനസ്സിലായോ? ഇനി ഏത് ട്രാൻസ്ലേഷനാണ് വേണ്ടത്? ബാക്കി എല്ലാ ട്രാൻസ്ലേഷനും ഏകദേശം അതേ രീതിയിലാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ബെരയൻ സ്റ്റാൻഡേർഡ് ബൈബിൾ. Yet even in his illness he did not seek the Lord, but only the physicians. പറയുന്നത് അവൻ ദൈവത്തെ അന്വേഷിച്ചില്ല. 1 ദിവസമല്ല, 2 ദിവസമല്ല, 39-ാം ആണ്ട് മുതൽ 41-ാം ആണ്ട് വരെ 3 വർഷം കിടക്കെ കിടന്നിട്ടും രോഗിയായിട്ടും വൈദ്യന്മാർ മാറി മാറി ചികിത്സിച്ചിട്ടും പറഞ്ഞില്ല ഏതെങ്കിലും ഒരു ദൈവദാസനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ, ആ പ്രവാചകനോടൊന്ന് ചോദിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞില്ല. കാരണം റിബലിയനായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ പറ, ആസ മരിച്ചത് എന്തുകൊണ്ടാണ്? താഴെ ഒന്ന് കമൻറ്റ് ചെയ്താട്ട്. ആസ മരിച്ചത് എന്തുകൊണ്ടാണ്? ആസ മരിച്ചത് മരുന്ന് ഉപയോഗിക്കാഞ്ഞിട്ടാണോ അതോ ദൈവത്തോട് മത്സരിച്ചത് കൊണ്ടാണോ? ഈ അധ്യായം മുഴുവൻ ഒന്ന് സമയമുള്ളതുപോലെ വായിച്ച് പഠിക്കുക. അപ്പോൾ വേദപുസ്തകം മരുന്നിനെതിരല്ല, ഒരു വാക്യം പോലുമില്ല. മരുന്നിനെ സപ്പോർട്ട് ചെയ്യത്തക്കോണം മരുന്ന് ഉപയോഗിച്ച വേദപുസ്തക വചനങ്ങളുണ്ട്. നാച്ചുറലായിട്ടുള്ള സബ്സ്റ്റൻസാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഇന്ന് മെഡിക്കൽ സയൻസ് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് മെഡിസിൻ ഉപയോഗിക്കുന്നു. അറിവ് വർദ്ധിച്ചു, അതിന് നന്ദി പറയാം. ദൈവത്തെ പരീക്ഷിക്കരുത്. ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞേ പറ്റത്തുള്ളൂ അല്ലേ? കാരണം ഏതെങ്കിലും ഒരാളോട് ദൈവാത്മാവ് പ്രത്യേകമായിട്ട് ഇടപെടുകയോ, ഞാൻ നിന്നെ ഒരു പ്രത്യേക വിളിച്ചിരിക്കുന്ന ഒരു പ്രത്യേക കൃപ നിനക്ക് തരികയാണ്, ഈ മെഡിസിൻ ഉപയോഗിക്കില്ലെന്ന് വ്യക്തിപരമായി ഇടപെട്ടാൽ, ആ വ്യക്തിക്ക് അങ്ങനെ തീരുമാനമെടുത്താൽ ആ വ്യക്തി മരുന്ന് ഉപയോഗിക്കരുത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് അവനും ദൈവവും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ ഉടമ്പടിയാണ്. നോക്കണമേ, ആ ഉടമ്പടി ദൈവം അവനോട് കൊടുത്ത നിയോഗം പോലെ, അല്ലെങ്കിൽ അവൻ അവൻ്റെ സ്വന്തം ബുദ്ധിക്ക് എടുത്തതാണെങ്കിലും അങ്ങനെ തീരുമാനം കേട്ടോ. തീരുമാനമെടുത്തത് സ്വന്തം ബുദ്ധിക്കാണെങ്കിലും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ധൃതി പിടിച്ച് തീരുമാനമെടുക്കരുത്. വചനപ്രകാരം ഉള്ളതാണോ എന്ന് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ പാസ്റ്ററുമായിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഡിസ്കസ് ചെയ്യണം, ഇത് വചനപ്രകാരം ശരിയാണോ. ഭാര്യമാർ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഭർത്താക്കന്മാരുമായിട്ട് ഡിസ്കസ് ചെയ്യണം, ഈ തീരുമാനം ഭർത്താവിൻ്റെ അംഗീകാരമുണ്ടോ. കുട്ടികൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് മാതാപിതാക്കളുമായി ഡിസ്കസ് ചെയ്യണം. അങ്ങനെയൊക്കെ വചനം കേട്ടോ. കന്യകയായൊരു മകളൊരു തീരുമാനമെടുത്തു, അവൾ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നുവെന്ന്. അപ്പൻ അത് കേട്ടാൽ ആ സമയത്ത് അപ്പൻ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. വേദപുസ്തകം പറയുന്നു തീരുമാനത്തെ അപ്പന് ബ്രേക്ക് ചെയ്യാൻ പറ്റും.
അപ്പൻ കേട്ടിട്ട് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ആ മകൾ അങ്ങനെ ജീവിക്കണം. ഇങ്ങനെയൊക്കെയാണ് വേദോസം പഠിപ്പിക്കുന്നത്. അപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ ചോദിക്കാനും പറയാനും ആളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ടൊക്കെ വേണം, ഡിസ്കസ് ചെയ്ത് കൺസൾട്ട് ചെയ്ത് തീരുമാനം ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇങ്ങനെയുള്ള വോവ്സ്, ഇങ്ങനെയുള്ള നേർച്ചകൾ, ഇങ്ങനെയുള്ള പ്രത്യേക തീരുമാനങ്ങൾ എടുക്കുവാൻ. അത് വിവാഹം കഴിക്കാത്ത കാര്യമാണെങ്കിലും മരുന്ന് ഉപയോഗിക്കാത്ത കാര്യമാണെങ്കിലും ഇതൊക്കെ ദൈവവചന പ്രകാരം ശരിയാണോ, അതിൻ്റെ കാര്യമെന്താ, ഇതൊക്കെ പഠിച്ചു വേണം നാം എടുക്കാൻ. ഒരിക്കൽ തീരുമാനമെടുത്താൽ പിന്നെ അതിൽ നിന്ന് അണുവിട മാറുവാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇനിയും ആരോ എന്നോട് ചോദിച്ച ഒരു ചോദ്യം കൊണ്ടുണ്ട്, ഇങ്ങനെ പറയാൻ പോയാൽ ഒത്തിരി മണിക്കൂറുകൾ, ഒരു ചോദ്യം കൊണ്ടുണ്ട് കേട്ടോ. എൻ്റെ പാസ്റ്ററെ, ഈ മരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾക്ക് രോഗശാന്തി പ്രസംഗിക്കാൻ പറ്റുമോ? രോഗികളെ സൗഖ്യമാക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റത്തില്ല? ഇവിടെ ഒരു കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കണം. രോഗികളെ സൗഖ്യമാക്കുന്നത്, രോഗശാന്തി ഉണ്ടാകുന്നത് ആ പറഞ്ഞ പാസ്റ്ററുടെ ഗുണം കൊണ്ടല്ല, ആ പറഞ്ഞ പാസ്റ്ററുടെ വിശുദ്ധി കൊണ്ടല്ല, ആ പറഞ്ഞ പാസ്റ്റർ മരുന്ന് ഉപയോഗിക്കാത്തത് കൊണ്ടല്ല. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു, അവൻ രോഗം ശീലിച്ചവനായിരുന്നു. യെശയ്യാപ്രവാചകന്റെ പ്രവചനമാണ് കേട്ടോ. വ്യാഖ്യാനം എങ്ങനെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ യേശു കൈ വെച്ചപ്പോൾ രോഗികൾ സൗഖ്യമായി. രോഗിയായ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ ജനം വിടുവിക്കപ്പെടും. അപ്പോൾ നമ്മൾ ചോദിക്കും, അയാൾക്ക് ഭയങ്കര രോഗമാണല്ലോ. കാരണം രോഗസൗഖ്യം ആ വ്യക്തിയിൽ നിന്നല്ല വരുന്നത്. വ്യക്തമായി മനസ്സിലാക്കണം. ആ വ്യക്തിയല്ല സൗഖ്യദായകൻ, യേശു ക്രിസ്തുവാണ് സൗഖ്യദായകൻ. ബലഹീനനായ വ്യക്തിയെ കർത്താവ് ഉപയോഗിക്കുന്നു. അവൻ്റെ വിശുദ്ധിയും അവൻ മരുന്ന് ഉപയോഗിക്കാത്തത് കൊണ്ടുള്ള പവറും കൊണ്ടാണ് സൗഖ്യമാകുന്നതെങ്കിൽ യേശുവിനവിടെ ഒരു സ്ഥാനവും ഇല്ല. ഇങ്ങനെ വലിയ പുള്ളി ആയതുകൊണ്ട് ഇത് ചെയ്തു, സൗഖ്യം കിട്ടി. അങ്ങനെ നടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഞാൻ ഉദാഹരണം പറയാം. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജോൺ ഓസ്റ്റിൻ എന്ന് പറഞ്ഞ ദൈവദാസൻ കുമ്പനാട് കൺവെൻഷന് വന്ന് പ്രസംഗിച്ചു. ആ ചരിത്രം നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും അല്ലേ? ഇന്ന് ജോൺ ഓസ്റ്റിൻ കുമ്പനാട്ട് വന്ന ചരിത്രം കുറേ പഴയ ദൈവമക്കൾക്കെങ്കിലും അറിയാമായിരിക്കാം. അദ്ദേഹത്തിന് ആ കുമ്പനാട് മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഹൃദയാസ്വസ്ഥതയൊക്കെ ഉണ്ടായി. അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡായി. അദ്ദേഹം മെഡിസിൻ ഉപയോഗിക്കുന്ന ആളായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് മാധ്യമങ്ങൾ എഴുതി അദ്ദേഹം ഹൃദ്രോഗത്തിനുള്ള ടാബ്ലറ്റ് പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് കുമ്പനാട് സ്റ്റേജിൽ പ്രസംഗിച്ചതെന്ന്. പക്ഷേ അതേ സ്റ്റേജിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അന്ന് കുമ്പനാട് അസാധാരണമായ വീര്യപ്രവർത്തികൾ നടന്നു. അങ്ങനെ അനുഭവിച്ചവരാരെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാട്ട് എന്താ സംഭവിച്ചെന്ന്. അന്ന് ഞാൻ ഗുഡ് ന്യൂസിലൊക്കെ വായിച്ചത് ഓർമ്മയുണ്ട്. ചിലരുടെ രോഗങ്ങൾ സൗഖ്യമായത്, പ്രത്യേകിച്ച് ഒരു സഹോദരിയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നു, അതോ ആരോ ഒരു വ്യക്തിയുടെ വർഷങ്ങൾക്ക് മുമ്പ് ആക്സിഡൻ്റ് ഉണ്ടായി. മുഖത്തിൻ്റെ അവിടെയോ ഒരു 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 പീസ്, ഒരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് അകത്ത് പോയത്, ആക്സിഡൻറ്റിൻ്റെ സമയത്ത് അകത്ത് പോയത്. ആ മീറ്റിങ്ങിൽ ആ ദേവദാസൻ സ്റ്റേജിൽ പ്രാർത്ഥിക്കുമ്പോൾ തനിയെ പുറത്തു വന്നു. മിറക്കിൾസ് സംഭവിച്ചു. അപ്പോൾ ചോദ്യം, ജോൺ ഓസ്റ്റിൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ടല്ലേ വന്നത്? പിന്നെ ജോൺ ഓസ്റ്റിൻ പ്രാർത്ഥിച്ചപ്പോഴെങ്ങനെ ഇത് സംഭവിച്ചത്? വളരെ സിമ്പിൾ. ജോൺ ഓസ്റ്റിൻ അല്ല സൗഖ്യം തരുന്നത്. ആ ജോൺ ഓസ്റ്റിൻ ഹോസ്പിറ്റലിൽ പോകാതെ പിടിച്ചു നിന്ന് ഭക്തനാണെന്ന് തെളിയിച്ച് വലിയ മരുന്ന് ഉപയോഗിക്കാതെ വീരകൃത്യം ചെയ്തിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ രോഗികൾ സൗഖ്യമായാൽ ആളുകൾ പറയും, ജോൺ ഓസ്റ്റിൻ്റെ ജീവിതം കൊണ്ട്, പ്രതിഷ്ഠ കൊണ്ട്, വിശുദ്ധി കൊണ്ട്, പവർ കൊണ്ട് ഞാൻ സൗഖ്യമായി. പക്ഷേ ഈ മരുന്നൊക്കെ ഉപയോഗിക്കുന്ന സാധാരണക്കാരനായ ജോൺ ഓസ്റ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലൊക്കെ തന്നെ സമസ്വഭാവമുള്ള ജോൺ ഓസ്റ്റിൻ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ആ ജോൺ ഓസ്റ്റിൻ സ്റ്റേജിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായത് കാൽവറി ക്രൂശിലെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തരുന്ന യേശു കർത്താവിൻ്റെ അടിപ്പിണരിൻ്റെ ശക്തിയാണ്, അവൻ്റെ രക്തത്തിൻ്റെ ശക്തിയാണ്. ഇന്നും ആ ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വല്ലപ്പോഴും വിക്സ് പുരട്ടുന്ന, വല്ലപ്പോഴും ഡൈജിൻ കഴിക്കുന്ന പിന്നെ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അനേകർ സൗഖ്യമാകുന്നത്. ഞാൻ ഏർലി ചർച്ചിൽ ശുശ്രൂഷിക്കുമ്പോൾ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചർച്ചിലെ കൊച്ചുകുട്ടികൾ പോലും മെഡിസിൻ കഴിക്കാതെ പറയുമായിരുന്നു, പാസ്റ്ററുകൾ പ്രാർത്ഥിച്ചാൽ മതി. കാരണം അങ്ങനെ ഹീലിംഗ് ഞങ്ങളുടെ ചർച്ചിൽ വെളിപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. ഇന്നുമുണ്ട്. ഇന്നും ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ അനേകർ സൗഖ്യമാകുന്നു. പക്ഷെ ഞങ്ങളതൊന്നും ഈ പറഞ്ഞ പോലെ അവരെ പോസ്റ്റർ ബോയ്സ് ആക്കി മാറ്റുന്നില്ല. അവരുടെ പോസ്റ്റർ അടിച്ചിട്ട് ഇന്ന എൻ്റെ മിനിസ്ട്രിയിൽ സൗഖ്യമായി കാണിക്കുന്നില്ല. അനേകർ ഇന്നും സൗഖ്യമാകുന്നു. കാരണം എന്താ? ഞാൻ മെഡിസിൻ ഉപയോഗിക്കാത്തത് കൊണ്ടല്ല, അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുക്കാത്തത് കൊണ്ടല്ല. ഞാനല്ല സൗഖ്യമാക്കുന്നത്, യേശു കർത്താവാണ്. യേശു കർത്താവാണ്. അപ്പോൾ വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഡോക്ട്രിൻസ്, ശുശ്രൂഷകൾ വചനപ്രകാരമുള്ളതല്ല. വ്യക്തിയിലേക്കല്ല, വ്യക്തിയുടെ വിശുദ്ധിയിലേക്കല്ല ഫോക്കസ് ചെയ്യേണ്ടത്. ക്രിസ്തുവിൻ്റെ കൃപയിലേക്കും അവിടുത്തെ ക്രൂശ് മരണത്തിൻ്റെ വിടുതലിലേക്കും അത് നിമിത്തമുണ്ടാകുന്ന അത്ഭുതങ്ങളിലേക്കുമാണ്. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ദീർഘമായി പോയെങ്കിൽ ക്ഷമിക്കുക. വളരെ പ്രധാനപ്പെട്ട വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇടയ്ക്കൊക്കെ ചെറിയ തെറ്റുകൾ, ചെറിയ ഗ്യാപ്പുകളൊക്കെ വന്നു, ക്ഷമിക്കുക.
ഈ വീഡിയോ വേഗത്തിൽ നിങ്ങളുടെ അടുക്കലെത്തിക്കാൻ എഡിറ്റ് ചെയ്യാതെ ഇതങ്ങ് ഇടുകയാണ്. ഗാഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗാഡ് ബ്ലെസ് യു.